അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരുടെയും അഭ്യർത്ഥന പാലിച്ച് വീണ്ടും മടങ്ങിയെത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം വിശാലേട്ടൻ. വിശാലേട്ടൻ എന്ന് വിളിച്ച് അല്ലേ, നിങ്ങളെക്കാൾ പ്രായം കൂടി നിങ്ങളുടെ ഒരു സുഹൃത്ത് വിശാലേട്ടൻ എവിടെയാന്ന് പറഞ്ഞ് കബഡിച്ചു ആക്കിയതാ. അതെ. നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ദി ഒഡീസി, അതിൻ്റെ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാവിലെ തന്നെ പോയി പടം കണ്ടുകൊണ്ട്, ഞാൻ കണ്ടത് ആലപ്പുഴയിലാണ് ഒരു 4K അറ്റ്മോസ് തിയേറ്ററിൽ. ചേട്ടൻ കണ്ടത് PXL കൊച്ചി ഫോറം മാൾ PXL. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ വളരെ നല്ല ഒരു സിനിമ. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. 3 മണിക്കൂറിനടുത്തുണ്ട് പടം. ഒട്ടും ബോറടിപ്പിച്ചില്ല. നല്ലൊരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റാണ്. അതാണ് എനിക്ക് പറയേണ്ടത്. നമ്മുടെ കുറച്ച് കാലമായിട്ട് നോളേട്ടൻ്റെ പടങ്ങൾ അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതായത് നമ്മുടെ കഴിഞ്ഞ 3 സിനിമകൾ ഏതായിരുന്നു? ഡൺകർക്ക്, പിന്നെ ടെനറ്റ്, ഓപ്പൺഹൈമർ. ഡൺകർക്ക്, ടെനറ്റ്, ഓപ്പൺഹൈമർ. ഈ ടെനറ്റ് എന്ന് പറഞ്ഞ സിനിമ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. ഭയങ്കര മിക്സ്ഡ് ആയിരുന്നു. ഏറ്റവും മിക്സ്ഡ് ആയിട്ടുള്ള പടമാണെന്ന് തോന്നുന്നു. ഓപ്പൺഹൈമർ എനിക്ക് കണ്ടപ്പം ഓക്കെ, പക്ഷേ എന്തോ അങ്ങ് വീണ്ടും കാണാൻ തോന്നുന്നില്ല. അത് തന്നെ, അതേ കാറ്റഗറിയിലാണ് ഞാൻ ഈ സിനിമയും പെടുത്തിയിരിക്കുന്നത്. അതായത് ഞാൻ ക്രിസ്റ്റഫർ നോളൻ്റെ തന്നെ ഒരുപാട് സിനിമകൾ റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ളതും ഒരുപാട് റീവാച്ച് കണ്ടുള്ള പടമാണ്. ഞാൻ രണ്ടാമത് കാണാത്ത സിനിമകളിൽ 1 ഡൺകർക്ക്, 2 ഓപ്പൺഹൈമർ. ടെനറ്റ് ആക്ച്വലി ഞാൻ ഇനി കാണാൻ ചാൻസ് ഇല്ലാത്ത പടമാണ്. പക്ഷേ ഞാൻ ആ സിനിമ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ പോയി, ഐമാക്സിൽ പോയി ഫസ്റ്റ് കൊറോണ കണ്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഡിജിറ്റൽ റിലീസ് ടൈമിൽ കണ്ടു. പിന്നെ ഈ ഐമാക്സിൽ കാണുന്നതിന് മുമ്പ് ഞാൻ ആ പടത്തിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് പടം കാണാൻ പോകുന്നത്. കാര്യം നമ്മുടെ അന്നത് റിലീസാകുന്ന സമയത്ത് കോവിഡിൻ്റെ ആ ടൈമിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ കേരളത്തിൽ റിലീസില്ലായിരുന്നു. നമ്മൾ ചെന്നൈയിൽ പോയാൽ കണ്ടത്. അപ്പോൾ ആ ടൈമിൽ ഇതിൻ്റെ ഒരു ഡിജിറ്റൽ ഒരു പ്രിൻ്റ് അവൈലബിൾ ആയിരുന്നു. ആ പ്രിൻ്റ് കണ്ട് അതിന് ശേഷമാണ് ഞാനത് ഐമാക്സിൽ പോയി കാണുന്നത്. മറ്റേ ഡൺകർക്ക് ഇതുപോലെ തിയേറ്ററിൽ ഞാൻ കുറേ പ്രതീക്ഷിച്ചു. കാരണം നമ്മൾ ഇൻഡർസ്റ്റെല്ലാർ കഴിഞ്ഞിട്ട് ചെയ്യുന്ന പടമല്ലേ ഡൺകർക്ക്. ഇൻഡർസ്റ്റെല്ലാർ മറ്റേ നോളേട്ടൻ മറ്റേ ഫോർമുല വർക്കായി ഇൻഡർസ്റ്റെല്ലാറൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു 3 തവണ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരുപാട് മൾട്ടിപ്പിൾ ടൈംസ് റീ റിലീസിലൊക്കെ പോയി കണ്ടു. അതെ. പക്ഷെ ഡൺകർക്ക് കണ്ടിറങ്ങിയപ്പം എനിക്കൊരു മികച്ച ടെക്നിക്ക്, ആ ടെക്നിക്ക് കൊള്ളാമല്ലോ എന്നതിലുപരി ഈ പടം വീണ്ടും കാണണം എന്നുള്ള തോന്നലില്ലായിരുന്നു. അത് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടായിരുന്നു. അതിന് ടെനറ്റ് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ടോക്ക് ഭയങ്കര, ഇപ്പോൾ ചില ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ ഒരു പോയിന്റ് കഴിഞ്ഞ് പെട്ടെന്ന് താഴോട്ട് പോകുന്നു, അത് സംഭവിച്ചോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഓപ്പൺഹൈമർ കണ്ടപ്പോഴും എനിക്കങ്ങനെ ഒരു ഭയങ്കര ഇത് തോന്നില്ല. ഈ പറയുന്ന പോലെ പടം ഇപ്പം പുള്ളിയുടെ ഏറ്റവും മോശം പടമാണെങ്കിൽ പോലും പല ഡയറക്ടേഴ്സിൻ്റെയും പീക്ക് പടത്തിൻ്റെ മേളിലാണ് അത് കണ്ടിറങ്ങാൻ പറ്റുന്നു. പക്ഷെ അത് വീണ്ടും കാണാൻ പറ്റുന്ന ഒരു പടമായില്ലല്ലോ. അതില്ലല്ലോ. അപ്പം ആ 3 പടങ്ങൾക്ക് ശേഷം എനിക്ക് ഈ പറയുന്ന പോലെ രണ്ടാമത് കാണാൻ തോന്നിയ, ഇൻഡർസ്റ്റെല്ലാറിന് ശേഷം തോന്നിയ ഒരു പടമാണ് ദി ഒഡീസി. എനിക്ക് തോന്നുന്നു ഈ വർഷം ഞാൻ കണ്ടതിൽ, ഞാൻ വേറൊരു പടം ഈ വർഷം ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച പടം എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റൊക്കെ ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷേ ഇതെടുക്കുവാണെങ്കിൽ ഈ വർഷം കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ്. പ്രശ്നങ്ങളില്ലെന്നല്ല, എനിക്ക് കുറച്ച് ഏരിയാസിൽ കുറച്ച് ഇത് തോന്നിയെങ്കിലും ഞാൻ വീണ്ടും PXL ഞാൻ കാണുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് എനിക്കൊരു പൂർണ്ണ ഐഡിയ കിട്ടത്തുള്ളൂ പടത്തിൻ്റെ എല്ലാ ആസ്പെക്ട്സും. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, പ്രത്യേകിച്ച് PXL സ്ക്രീനിലായതുകൊണ്ട്. അത് മറ്റേ ഇവർ പറയുന്ന ഐമാക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1.9:1 ഇത് 1.85. അപ്പം വലിയ വ്യത്യാസങ്ങളില്ല. എന്നാലും മറ്റേ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ ഐമാക്സിൽ ആക്ച്വലി ക്വാളിറ്റി കുറഞ്ഞ DCP വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതിന് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ കണ്ട കുറച്ച് പേര് പറഞ്ഞു, രണ്ടും കണ്ട കുറച്ച് പേര് പറഞ്ഞു ഇച്ചിരി ഷാർപ്നെസ് കുറവാണ് ഐമാക്സിൽ PXLനെ അപേക്ഷിച്ച്, കൊച്ചിയുടെ കേസ്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോഴത്തേക്കും റേറ്റും കുറവും, ഒരു ആവശ്യമില്ലാതെ ഐമാക്സിൽ 2500 രൂപയൊക്കെ വരെ പെർ ടിക്കറ്റ് അത് ഭയങ്കര ഹൈ ആയി പോയത്. അത് ഇത്രയും ഈ ബസ്സുള്ള സിനിമയ്ക്ക് വരുന്നതാണ്. എന്നാലും കുറച്ച് ഓവറായിട്ട് തോന്നി. അതുകൊണ്ട് പിന്നെ PXLലേക്ക് ഷിഫ്റ്റ് ചെയ്തു കാഴ്ച. അപ്പോൾ ഇനിയും വീണ്ടും കാണുമ്പോഴും രണ്ട് തവണ കണ്ടാലും ഐമാക്സിൻ്റെ സിംഗിൾ ടിക്കറ്റിൻ്റെ റേറ്റ് ആവുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ സിമ്പിൾ സംഭവം. ഞാൻ
ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിറങ്ങി. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഞാനും പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻജോയ് ചെയ്തു. പക്ഷെ എനിക്കിത് ഇനിയും കാണണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇച്ചിരി ബോറടിക്കും എന്നുള്ള സംഭവമാണ്. അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, പക്ഷെ ഞാൻ കുറച്ചധികം സ്ഥലത്ത് ചിലപ്പോൾ ഉറങ്ങിയേക്കാം എന്ന് തോന്നുന്ന പോലെ. അത് അങ്ങനെയല്ല, എനിക്ക് ബേസിക്കലി രണ്ടാമത് വീണ്ടും കാണാനുള്ള ഒരു എലമെന്റുകൾ എനിക്ക് അവിടെ ഇവിടെ കുറച്ച്, ഞാൻ പറഞ്ഞില്ല, 1-2 കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബാക്കി ഏരിയാസ് ഒക്കെ എനിക്കിങ്ങനെ ഓക്കെയാണ്. ഞാനിത് തിയേറ്ററിൽ കാണുമ്പോൾ ആ ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസിൽ ഇത് എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് കാണാൻ എനിക്കൊരു അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പടം എന്നുള്ള സംഭവമാണ്. ആ കാറ്റഗറിയിൽ, അതായത് പുള്ളിയുടെ സിനിമകളിൽ ആ കാറ്റഗറിയിൽ തന്നെ പെടുത്തുന്ന ഒരു പടമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡൺകിർക്കും ഓപ്പൺഹൈമറും ഇത് മൂന്നും ഈ പറഞ്ഞ പോലെ ഇനി റീവിസിറ്റ് ചെയ്യാൻ ചാൻസ് ഭയങ്കര കുറവായിരിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ കാണില്ല എന്നറിയാതെ ഞാൻ പറയാൻ പറ്റില്ല. നമുക്ക് നാളെ വരുമ്പം ഒരു മൂഡിന് തോന്നുന്നു ഓഡിയൻസ് ഒന്നും കണ്ടാലോ എന്ന് തോന്നി ചിലപ്പോൾ കണ്ടേക്കാം, അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഞാൻ എന്തായാലും ഈ പറയുന്ന പോലെ ഈ ടൈപ്പ് പടങ്ങൾ തിയേറ്റർ മസ്റ്റ് കാണുന്നത്. അപ്പൊ അത് ഒരുപാട് പടങ്ങളുണ്ട്. ഇത് രണ്ടാമത് കാണണമെന്ന് വെച്ചിട്ട് കാണാതെ പോയിട്ട് ഇപ്പോഴും ഞാൻ ആലോചിച്ചടാ ഒന്നുകൂടെ കാണേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു ഫീലിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വീണ്ടും എന്തായാലും പോയി കാണും. പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയാസിൽ ഈ പടത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഏരിയാസിൽ ആ സീക്വൻസ് വരുമ്പം ഈ സ്ക്രീനിന്റെ വലുപ്പവും ആ ഓഡിയോ ഫീലും ഒക്കെ കാരണം തന്നെ നമ്മൾ അവിടെ അതിനകത്തിരിക്കുക. അതായത് ഇപ്പൊ നോളന്റെ പടങ്ങളിൽ പറയുന്ന നമ്മുടെ ലൈഫിന്റെ ഒരു റിയലിസം അല്ല, ഒരു സിനിമാറ്റിക് റിയലിസം എന്ന് പറയുന്ന വേറൊരു സംഗതി ഉണ്ട്. നമ്മളവിടെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ എന്ന് വെച്ചാൽ അത് കാണുന്നതൊക്കെ റിയലിസ്റ്റിക് ആണെന്ന് ചോദിച്ചാൽ അല്ല, വേറെന്തോ ഒരു ടൈപ്പ് ഒരു റിയലിസം, ഒരു എൻജോയബിൾ റിയലിസം എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം. അപ്പൊ ഞാൻ ആ ബോട്ടിന്റെ സീക്വൻസ് ഒക്കെ നമുക്ക് കുറച്ചധികം ഞാൻ അവിടെ നമ്മൾ ഓഡിയോയെ കുറിച്ച് അടിച്ച സമയത്ത് വിശാലയുടെ ബോട്ടിനകത്ത് ഒഡീസിയസിന്റെ കൂടെ നിൽക്കുകയാണ്. ഞാൻ ഫുള്ളി, അതായത് എന്താ പറയാ, ഈ സ്ക്രിപ്റ്റ് അങ്ങനെ അവിടെ ഇവിടെ കുറച്ചധികം എനിക്ക് കുറച്ച് സാധനങ്ങൾ എനിക്ക് ഒരു ഈർഷ തോന്നിയെങ്കിലും ഞാൻ ഫുൾ ടൈം ഗ്രീസിലായിരുന്നു. ആ സാധനം എനിക്കുണ്ടായിരുന്നു. അപ്പം ആ ആസ്പെക്റ്റ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഇതിന്റെ ഡയറക്ഷൻ, ആ ഒരു ലൊക്കേഷൻ നമ്മളെ കൊണ്ട് നിർത്താൻ സഹായിക്കുന്ന ഡയറക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഇപ്പൊ ഈ സ്പോയിലർ അടുത്ത ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ വർക്കാവാതെ പോയ കുറച്ച് എലമെന്റ്സ്. അപ്പൊ ഇനി സിനിമ കണ്ടവർ മാത്രം തുടർന്ന് കാണുക, കാണാത്തവർ തിയേറ്ററിൽ പോയി തന്നെ കാണുക, എന്നിട്ട് വന്ന് ബാക്കി വീഡിയോ കാണുക. അതെ. അപ്പം ഈ ഇങ്ങനത്തെ സിനിമകളിൽ ഇപ്പൊ ഈ 3000 വർഷം പഴക്കമുള്ളൊരു എപ്പിക് എടുത്ത് സിനിമയാക്കുക. അപ്പൊ ഇങ്ങനത്തെ സിനിമകളിൽ നമ്മൾ കാണാൻ പോകുന്നവരെ സംബന്ധിച്ചൊരു 2 അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതും ഈ ബയോപിക് അങ്ങനെ കുറച്ചധികം സിനിമകൾക്ക് ഒന്നെങ്കിൽ ഈ കഥ മുഴുവൻ നമ്മൾ നേരത്തെ വായിച്ചിട്ട് പോയി സിനിമ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ പോർഷൻസ് സിനിമയില്ലെങ്കിൽ അത് നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കും. അതല്ലെങ്കിൽ ഇത് മൊത്തം അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പം നോളൻ്റെ ഒഡീസി, ഇപ്പം നോളനെ നമ്മൾ അത്രയും വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ഈ കഥയുടെ ഒരു ബേസ് ഔട്ട്ലൈൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഓക്കെ, ഇന്ന ഒരാള് ഈ ട്രോയ് യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇതാണ് പരിപാടി എന്ന് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. വേറെ ഒന്നും ഞാൻ വായിക്കാൻ പോയില്ല. ഞാൻ ഇതിനു മുമ്പ് ഒഡീസി വായിച്ചിട്ടുമില്ല. ഈ ബേസ് ഔട്ട്ലൈൻ വെച്ചിട്ടാണ് എനിക്കറിയാം നോളൻ ഒരു ഫാന്റസി ചെയ്യുമ്പോൾ ഒരിക്കലും ഹോമറിന്റെ ഒഡീസി നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. ഇത് നോളന്റെ ഒഡീസിയാണ്. ഞാൻ ഈ കഥ കേട്ടപ്പോൾ ഞാനിന്ന് ഫുൾ കഥ ഇങ്ങനെ 2-3 മൾട്ടിപ്പിൾ വീഡിയോസ് ആയിട്ട് കണ്ടത്. അതായത് നമ്മുടെ റീലോൺ മീഡിയ ഒരു ഒഡീസിയുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 40 മിനിറ്റോളം വീഡിയോ ഉണ്ട്. അതുപോലെ കൂടാതെ വേറെ മൾട്ടിപ്പിൾ ആൾക്കാർ പറഞ്ഞ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ പലതും ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാത്തിലും ഈ കോമൺ ആയിട്ട് പറഞ്ഞ ഈ കഥ ത്രൂ ഔട്ട് കഥ ഞാനിങ്ങനെ ഫുള്ളൊന്ന് കേട്ടു. കാര്യം ഇനി ധൈര്യമായിട്ട് പോയിരുന്ന പടം കാണാം. എനിക്ക് ഈ കഥ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റാണ്. കഥ അറിഞ്ഞില്ല ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് എനിക്കറിയാൻ നോളൻ ഏതായാലും ലീനറായിട്ട് കഥ കൊണ്ടുപോകത്തില്ല. അപ്പോൾ എൻ്റെ പ്രശ്നം ഞാൻ ഈ ക്യാരക്ടറിൻ്റെ പേരുകൾ എനിക്ക് കിട്ടാൻ ഒരുപാട് ലേറ്റ് ആവും. പല സിറ്റുവേഷനും എനിക്ക് മനസ്സിലാകത്തില്ല. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇനിഷ്യലി കുറച്ച് ഈ പേരുകളൊക്കെ പറയുമ്പോൾ ഇതാരായിരുന്നു അതെനിക്ക് ഇതിന് മുമ്പത്തെ 1-2 പടങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കഥ അറിഞ്ഞിട്ട് പോയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അതിനകത്ത് ഇരിക്കാം. ഏതാ നമുക്ക് കഥ അറിയാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ പുള്ളി എങ്ങനെ ചെയ്യും, അപ്പം നമുക്കറിയാം കഥ കേട്ടപ്പോൾ ഞാനല്ല ശരി ഈ സീനൊക്കെ ഇയാൾ എങ്ങനെ ചെയ്യും, ഇയാൾക്ക് ഒരു താല്പര്യമില്ലായിരിക്കും ഇങ്ങനത്തെ പരിപാടി ചെയ്യാം. അപ്പോൾ എനിക്ക് ആദ്യം അറിയത് ഒരു കാരണവശാലും നമ്മൾ ഈ കേട്ട കഥയിൽ നമ്മുടെ മനസ്സിൽ വന്ന വിഷ്വലി പരിപാടിയോ ആ ലൈനിലേ അല്ല പുള്ളി ചെയ്യാൻ പോണത്. പുള്ളി കംപ്ലീറ്റ്ലി ഇത് പുള്ളിയുടെ ഒരു പുതിയ വേർഷൻ ചെയ്യുമെന്ന് അറിയാം. കുറേ കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇതിനെ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ എനിക്ക് ആ കഥ കേട്ടപ്പോൾ മനസ്സിലായി. ഇതൊരിക്കലും പുള്ളി ചെയ്യാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്ക് CGIയോടൊരു ഫുള്ളി CGIയിൽ ചെയ്യുന്നതിന് പുള്ളിക്ക് കുറച്ച് ഒരു മടുപ്പുണ്ടല്ലോ. പുള്ളിക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഒരുപാട് CGIയിൽ റിലേ ചെയ്യുന്ന പടങ്ങൾ ട്രെയിലർ കണ്ടപ്പോഴും മറ്റേ ആ ഒരു സൈക്ലോപ്സിന്റെ സീനാണ് നമ്മൾ ഇത് പുള്ളിയുടെ അപ്രോച്ച് എന്തായിരിക്കും എന്ന്, അതായത് നോളന്റെ പടത്തിൽ ഒരു എവിഡന്റ്ലി VFX കാണുന്നതിന്റെ ഒരു
നമ്മൾ മറ്റേ ഇന്റർസ്റ്റെല്ലാറിൽ സ്പേസ് സീക്വൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഇതേ VFX സീൻ എന്ന ലൈനിൽ അങ്ങനെയല്ല. അത് കാണുമ്പോൾ നമുക്ക് കുറെ കൂടെ ഭയങ്കര എന്താ VFX സ്ഥാനം അല്ലാത്ത, കാരണം ആ സാധനങ്ങളൊക്കെ ശരിക്കും ഉണ്ടല്ലോ. അതായത് ആക്ച്വലി സാറ്റേണും ഇതൊക്കെ ശരിക്കും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തോ അക്സെപ്റ്റബിലിറ്റി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞ ഒരു സൈക്ലോപ്സ് ശരിക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഫാന്റസി എലമെന്റ് നോളന്റെ പടത്തിൽ ഒരു ജൈന്റ്, ഒരു ഒറ്റ കണ്ണുള്ള ഒരു ജൈന്റിനെ കാണിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കും. അത് ട്രെയിലർ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ടീസറിലൊക്കെ ഇതിനെ ഇങ്ങനെ ഗ്ലിംസ് ചെയ്ത് പോകും. വലിയ കൈ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന സാധനം കാണുമ്പോൾ നമുക്ക് നോളന്റെ പടത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയോ എന്നുള്ളൊരു സംഭവം, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഹോമർ എഴുതി വെച്ച വേർഷൻ ഓഫ് ഒഡീസി അല്ലായിരിക്കും നമ്മൾ സ്ക്രീനിൽ കാണുന്നതെന്ന് ഉറപ്പാണ്. അപ്പൊ ഈ ഞാൻ കാണാൻ പോയിരിക്കുന്നത് നോളന്റെ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ഒരുപാട് പേർക്ക് പ്രശ്നമാവുന്നത് ഈ ഇന്റർനെറ്റ് ഇതിനു മുമ്പുള്ള ബഹളവും ചർച്ചയും ഒക്കെ ഇതിനെ മാറ്റി ഒരു പൊളിറ്റിക്കൽ ലൈനിലേക്ക് ഇത് കൊണ്ടുപോകുമോ എന്നുള്ള ഡൗട്ട്. കാരണം ഈ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എടുക്കുവാണെങ്കിൽ രാമായണ മഹാഭാരതം പോലുള്ള കഥകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് കേട്ട ആളുകളുടെ അവരുടെ മനസ്സിലൊരു രാമായണ മഹാഭാരതം ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെറിയ വേരിയേഷൻ വരുത്തിയാലും അതിന് പ്രശ്നമാണ്. എന്റെ ആദിപുരുഷിലെ പോലെ മോശം വേരിയേഷൻ വരുത്തിയാലും പ്രശ്നമാണ്. അതിലിപ്പം പണ്ട് ഈ സീരിയലുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഹിന്ദി സീരിയലുകളിലൊക്കെ ഡബ് ചെയ്ത് വരത്തില്ലേ. അപ്പൊ എന്റെ അമ്മ അതിനകത്തെ സീതയും അതിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അമ്മ പറയും ഇതൊക്കെ നല്ല മലയാളി പെൺപിള്ളേർ വന്നിരുന്നെങ്കിൽ. കാരണം അമ്മയുടെ മനസ്സിലെ സീതയ്ക്ക് ഹിന്ദി ചായ ഇല്ല. അപ്പൊ അതിനെ സീതയായിട്ട് അംഗീകരിക്കുക. അപ്പൊ എല്ലാവർക്കും അവരവരുടെ കൾച്ചറലി അല്ലെങ്കിൽ അവരവരുടെ പെർസ്പെക്റ്റീവില് ചേർന്ന് നിൽക്കുന്ന എലമെന്റ്സ് വേണം ഇതിനകത്തുകൊണ്ട് പ്ലേസ് ചെയ്യാൻ. അപ്പം അങ്ങനൊരു ഇഷ്യൂ ഇതിനകത്തും വന്നു. എല്ലാവർക്കും അവരവരുടെ മനസ്സിലെ ഹെലൻ ഓഫ് ട്രോയും അവരൊക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്ന് മാറി ചിന്തിച്ചോ അത് എന്തിനു മാറി ചിന്തിച്ചല്ല, ഇത് എന്തിനു വേണ്ടിയാണ്? ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ പേരിലാണോ അതോ ഇങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയസ് അപ്പൊ എന്തിന്റെ പേരിലാണ് ഈ ചേഞ്ച് എന്നുള്ളൊരു ഭയങ്കര ചർച്ച പടം ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഈവൻ നമ്മുടെ എലിയറ്റ് പേജിന്റെ ക്യാരക്ടർ അഖിലീസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ റൂമർ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി ഒരുപാട് ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രോയിലെ ബ്രാഡ് പിറ്റിന്റെ അഖിലീസിനെയും എലിയറ്റ് പേജിന്റെ അഖിലീസിനെയും വെച്ച് കുറച്ചധികം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരുന്നപ്പം ആദ്യം പോലെ ഈ എലിയറ്റ് പേജ് ഈ പ്രസ് ജങ്കറ്റിലൊന്നും ഇല്ല, അഖിലീസ് അല്ല എന്നുള്ള സംഭവം ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് കറക്റ്റ് അറിയില്ല. നമ്മൾ പടം കണ്ടപ്പോഴാണ് സിനൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അതായത് എന്താ പറയുക, സ്റ്റോറി ലൈൻ വെച്ച് കുറച്ചധികം ഇപ്പം സിനന്റെ ക്യാരക്ടറും മറ്റേ നമ്മുടെ റോബർട്ട് പാറ്റ്നിസന്റെ ക്യാരക്ടറും തമ്മിലുള്ള കണക്ഷൻസും കുറച്ചധികം പരിപാടി അതിനകത്തുണ്ട് സ്റ്റോറി ലൈനിൽ. പക്ഷെ നമ്മൾ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഇതിന് മുമ്പുണ്ടായ ബഹളത്തിന്റെ ഒരു ഇഷ്യൂസും പടത്തിൽ നമുക്ക് തോന്നത്തില്ല. എനിക്ക് വേറെ കുറച്ച് കാസ്റ്റിംഗ് ചോയ്സസിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ പറയുന്ന റീസണിങ് ഒന്നുമല്ല. ഇപ്പൊ കാസ്റ്റിംഗ് തുടങ്ങല്ലേ, ഒന്നാമത്തെ പ്രശ്നം എനിക്ക് ഈ സ്പൈഡർമാനും ബാറ്റ്മാനും കൂടെ ഒരു ഫ്രെയിമിൽ നിന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ മാർവൽ വേഴ്സസ് DC ഇവരെന്താ ഇത് ഇങ്ങനെ എന്ന് എനിക്ക് മറ്റേ ടോം ഹോളണ്ട് വേറെ വലിയ റോളുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു തോന്നുന്നു. പിന്നെ പുള്ളി ഇങ്ങനെ ഓം വേഴ്സ് ഡാഡ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് ഇതിന്റെ ട്രെയിലർ ടീച്ചറൊക്കെ വന്ന സമയം പോലെ ഈ ഡയലോഗ്സ് നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ ഒരു പീരിയഡ് സബ്ജക്റ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന യൂസ് ചെയ്യുന്ന ഡയലോഗിനേക്കാൾ വളരെ നോർമലായിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന മോഡേൺ കണ്ടംപററി ഡയലോഗ്. അപ്പം അത് എല്ലായിടത്തും എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇപ്പം ചില ഏരിയാസിൽ അത് ഇവർ തന്നെ സംസാരിക്കുന്നു, നമ്മൾ ആ പടത്തിൽ ഇന്നായി കഴിഞ്ഞിട്ട് ഇവരും സംസാരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ തന്നെ പുറത്തെത്തിച്ചത് ഈ ടോം ഹോളണ്ടിന്റെ ലുക്ക് ആൻഡ് പുള്ളി അതിനകത്ത് എന്തോ പുള്ളി മറ്റേ സ്പൈഡർമാനെ സെറ്റ് ചെയ്ത് വന്ന ആ ഒരു പുള്ളി ഫുള്ളി ഇന്നാവാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. ടോം ഹോളണ്ട് അങ്ങനെയായിരുന്നു. എനിക്കത് വർക്കായില്ല. ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഓക്കെ, പക്ഷെ അച്ഛൻ തിരിച്ചു വന്നിട്ട് കാണുന്ന സീനില്ലേ അവിടെ ഒരു രസം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനത് ഫീൽ ചെയ്തു. ഓക്കെ ഇത് ഓക്കെ. പക്ഷെ അത് അല്ലാത്ത സീനുകളിലൊക്കെ ടോം ഹോളണ്ട് അല്ലേടാ നീ എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക്. സെൻഡയെ വിളിച്ച കൂട്ടത്തിൽ ഞാനും വന്നു. അതെ. പക്ഷെ സെൻഡയെ പറയുന്നത് ആദ്യം സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തത് ടോം ഹോളണ്ടാണ്. എനിക്ക് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു റോബർട്ട് പാറ്റിൻസൺ. പക്ഷേ പുള്ളിയും എനിക്ക് ഈ ഒരു റീസൺ കാരണം പുള്ളി ഔട്ടല്ല. ചില ഏരിയാസിൽ രസമുണ്ടായിരുന്നു. ഈ ഡയലോഗ്സ് കാരണമാണോ പെർഫോമൻസ് കാരണമാണോ എന്നറിയത്തില്ല. പുള്ളി ഓക്കെ ആയിരുന്നെങ്കിലും എനിക്ക് അങ്ങോട്ട് ഫുള്ളി ഗ്രീസിൽ കൊണ്ട് സെറ്റ് ചെയ്യാൻ കുറച്ച് പാടുള്ള ഒരു കാസ്റ്റിംഗ് ആയിരുന്നു പുള്ളിയുടെ. അതേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള കാസ്റ്റിംഗ് ആണ് മെനനേസോ ആ ക്യാരക്ടറിൽ. അതായത് നമ്മൾ ടോം ഹോളണ്ട് ആദ്യം അച്ഛനെ തിരക്കി പോകത്തില്ലേ, നമ്മുടെ ഹെലൻ ഓഫ് ട്രോയുടെ പണിഷർമാണ്. അപ്പൊ പുള്ളിയുടെ ആക്ടിങ് ഫുള്ളി ഭയങ്കര മോഡേണാണ്.
പുള്ളി ഇങ്ങനെ തലയിൽ ചൊറിഞ്ഞ് മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ ഇരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് പുള്ളി അഭിനയിച്ചത്. അപ്പം ഞാൻ അതും എനിക്ക് വർക്കായില്ല. അപ്പം ബേസിക്കലി ഇവരെയൊക്കെ പടത്തിൽ വളരെ കുറച്ച് നേരമുള്ളൂ, ഇവർക്കെല്ലാം സ്ക്രീൻ ടൈം വളരെ സ്ക്രീൻ ടൈം. ഇപ്പൊ ഈ ഹെലനോസ് പാർട്ടയുടെ കേസ് ഒരുപാട് ഉണ്ടെങ്കിലും രണ്ട് സീനോ അത്ര 2-3 സീൻ എന്തോ ആകെ ഉള്ളൂ. സീനിന്റെ വലുപ്പത്തിന്റെ മാത്രമല്ല ഇവരെ ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. ഇങ്ങനെ പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്ന പുള്ളിക്കാരത്തിന്റെ ഫേസിൽ എന്തോ ഒരു സ്കാർ, അതെന്ത് എന്തുവരുന്ന റീസൺ ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ഈ മുഖത്തിന് വേണ്ടിയാണ് അവിടെ പോയെന്ന് പറയുമ്പോഴത്തേക്ക് നിന്റെ ചേട്ടന്റെ ഇതിന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. യുവർ ബ്രദേഴ്സ് അത് മനസ്സിലാവും. പക്ഷെ അങ്ങനൊരു അല്ലല്ല, അപ്പൊ എനിക്ക് തോന്നിയത് ഈ എല്ലോസ് പാട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഭയങ്കര ആ ഒരു ഫേസ് ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ഈ ബ്ലാക്ക് ഉൾപ്പെടെ ഇതിന് മാർക്കുണ്ട്, ഇങ്ങനെ മുറിപ്പാടുണ്ട്. അതെനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നത് മേ ബി ഈ നമ്മൾ കണ്ട ഒറിജിനൽ നമ്മൾ കേട്ട കഥകൾ അപ്പുറത്തേക്ക് ഒരു പക്ഷേ എൽനോസ് പാട്ടയുടെ ഫേസിൽ ഇങ്ങനെ ഭയങ്കര സ്കാർ ഉള്ള ഒരു ഫേസ് ആണ് എൽനോസ് പാട്ടയുടെ ഫേസ് എന്നുള്ള ലൈനിലാണോ പുള്ളി അവതരിപ്പിക്കുന്നത് എനിക്ക് അറിയില്ല. പുള്ളിയുടെ വേർഷനാണോ അതോ പുസ്തകത്തിൽ എവിടുന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് യുദ്ധത്തില് എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ചെയ്തതാണോ, അങ്ങനെ പല ഇതുണ്ട്. ഞാനിത് കണ്ടപ്പോ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു ടേൺ ആണല്ലോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഇങ്ങനെ പെൻലോപ്പിയോട് സോറി പറയാന്ന് പറയത്തില്ലേ, ആ സംഭവം രസം. പക്ഷെ അത്രേ ഉള്ളു പുള്ളിക്കാരത്തിക്ക് സീനായിട്ടോ ചെയ്യാൻ. പിന്നെ മറ്റേ പുള്ളിക്കാരത്തിന്റെ ട്വിൻ സിസ്റ്റർ എന്നല്ലേ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു കഥ ഞാൻ ആദ്യമായിട്ട് എനിക്ക് അറിയത്തില്ല. അതും പുള്ളിയുടെ വെർഷനാന്ന് തോന്നുന്നു. കാരണം ആഗമനോടിനെ കൊല്ലുന്നത് മറ്റേ ട്വിൻ സിസ്റ്റർ ആണെന്ന് പറയുന്നത് പുള്ളിക്കാരത്തിക്ക് ഒരു ട്വിൻ സിസ്റ്ററിന്റെ ഈക്വലി ഫേമസ് ആണല്ലോ, കാരണം രണ്ടുപേർക്കും ഒരേ ഫേസ് ആണല്ലോ. ആ കഥ എനിക്ക് അറിയില്ല. ഏതായാലും ഇതിനെ തട്ടിക്കൊണ്ട് പോയി പിന്നെ ഇതിനെ കെട്ടാന്ന് പറഞ്ഞ് ആഗമനോടെ തന്നെ നിന്നാ മതി. അത് തന്നെ എന്തിനാണ് ഒന്നും ഒരുപോലെ രണ്ടെണ്ണം ഉണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള പരിപാടി ഇതൊക്കെ പുതിയ ഇൻട്രൊഡക്ഷൻസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അറിയില്ല ഇതൊക്കെ ലൈക്ക് എവിടെയെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, നമ്മള് കേട്ടില്ല. ഞാനും അത് കണ്ടോണ്ടിരുന്നപ്പോ ഇങ്ങനൊരു സംഭവം ഞാൻ ഈ കേട്ട കഥയില്ലാത്തൊന്നും ഞാൻ കേട്ടില്ല. അതാ പിന്നെ ഈ പോർഷനൊക്കെ എനിക്ക് പടത്തിന്റെ ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഏരിയാസ് ആണ്. എനിക്ക് അത്ര ഇതില് ഇയാളുടെ അടുത്ത് ചെല്ലുന്ന സീക്വൻസ് അവരുടെ കോൺവെർസേഷനും കുറച്ച് ഇച്ചിരി പടം ഒന്നിരുന്ന് എനിക്ക് തിരിച്ച് പുള്ളി എടുത്ത് 90% സ്ക്രീൻ ടൈമും ഒഡീസസിന് നമ്മൾ ഫുൾ ടൈം പുള്ളിയുടെ കൂടെ സഞ്ചരിക്കും. പുള്ളിയോടാണ് എനിക്ക് ഒരു കുഞ്ഞു കംപ്ലൈന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മൈൻഡ് സെറ്റ് മനസ്സിലാവുന്ന അവസാനം എന്തുകൊണ്ട് നമ്മൾ പുള്ളിയെ ഫോളോ ചെയ്യുന്നത്. അതുവരെ പുള്ളി ഇങ്ങനെ ഞാൻ മാത്രമേ തിരിച്ചെത്തൂ, അത് എന്റെ മനസ്സിൽ ഇരിക്കട്ടെ, അത് നിങ്ങളോട് ആരും പറയാൻ പോകുന്നില്ല, ഞാൻ മാത്രമേ വീട്ടിലെത്തും, എല്ലാവരും ചത്തു. അയാളുടെ പേര് നിങ്ങൾ വായിച്ചിട്ടില്ല, ഈ പടത്തിൽ ഞാൻ മാത്രമേ അവസാനം രക്ഷപ്പെടും. അപ്പൊ ആ ഒരു ലൈൻ ഇപ്പം മറ്റേ ഈ ഞാൻ പറഞ്ഞില്ല ഒരു ഔട്ട്ലൈൻ വായിച്ചപ്പോഴത്തേക്കും ഞാൻ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രിക്സ്റ്റർ ആണ്, കുറച്ച് ഭയങ്കര പ്രൈഡ് ഉള്ള ഒരാളാണ്, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഞാൻ വായിച്ചത്. അപ്പം ഞാൻ ചോദിച്ചത് അത് ഫൺ ക്യാരക്ടർ ആണല്ലോ. പക്ഷെ നോളന്റെ നായകന്മാരും അത്ര ഫണ്ണല്ലല്ലോ, ഇങ്ങനെ ഒരു ഭയങ്കര ഗിൽറ്റുള്ള ഭയങ്കര സങ്കടത്തിലൂടെ ഡാർക്ക് ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ഈ ഗ്രീക്കുകാരെ എഴുതി വെച്ച ഈ ക്യാരക്ടറിലേക്ക് നോളൻ എങ്ങനെ അത് നോക്കിയപ്പോഴത്തേക്കും ഉണ്ടാക്കിയതിലും ഇങ്ങനൊരു വലിയ സംഭവം നടത്തിയതിലും ഒക്കെ പിന്നീട് ദുഃഖിക്കുന്ന എന്റെ ഐഡിയ ആയി പോയത് എന്ന് സ്വയം ദുഃഖിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറി. PTSD ഉള്ളൊരു ഒഡീസിയസിനെയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ആ ഒരു എലമെന്റും എനിക്ക് ഭയങ്കര ഡൗട്ടുള്ള ഒരു, അത് കാരണം ഈ ട്രോജൻ വാർ നടക്കുമ്പോൾ തന്നെ പുള്ളിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ലാസ്റ്റ് എത്തുമ്പോൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉള്ള ഇവന്റ്സ് ആണല്ലോ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത്. അതിനകത്തൊന്നും അതിൻ്റെ ഒരു അത് ഈ പറയുന്ന പോലെ പല സമയത്തായിട്ട് കഥ പറയുമ്പോഴത്തേക്കും ആ ക്യാരക്ടർ വേരി വന്നതാണോ എന്താന്ന് മനസ്സിലായില്ല. കാരണം എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അത് ട്രിഗർ ആയ മൊമെന്റ് ആയിരിക്കാം എന്നുള്ള സംഭവം. ആ അദീനയുടെ മറ്റേ ഇതിന് തലവെട്ടുന്ന സീക്വൻസിൽ പുള്ളിക്ക് അവിടെ നിന്ന് ട്രിഗർ ആകുന്നു എന്നുള്ള ലൈനാണോ അങ്ങനെ എടുക്കാം. അതുപോലെ ആ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ അദീനയുടെ ആ സീൻ കാണിക്കുമ്പോഴത്തേക്ക് ഒരു സിംബോളിസം ആയിട്ടാണോ നമ്മുടെ മറ്റേ സെൻഡയെ കാണിക്കുന്നത്. അതായത് സെൻഡയെ അവിടെ ഉള്ള ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് ഇവരിങ്ങനെ കഴുത്ത് വെട്ടാൻ പോകുന്ന ഒരു സീനിൽ അടുത്ത കട്ട് കാണിക്കുന്നത് ഈ വലിയ പ്രതിമയുടെ തല വെട്ടുന്നതായിട്ടാണ്. അപ്പൊ അത് അതിന്റെ ഒരു പ്രതിമയുടെ തല വെട്ടുന്നത് അദീനയുടെ തല വെട്ടുന്നതായിട്ടുള്ള സിംബോളിസം ആണോ അതോ ഈ അദീനയായിട്ട് നമ്മളെ അവതരിപ്പിക്കുന്നത് സെൻഡയാണ്. അപ്പൊ സെൻഡയുടെ അവിടെ നിന്ന് കൊന്ന ഒരു ലേഡിയുടെ ഫേസിലാണ് അദീനയെ പുള്ളി കാണുന്നത്. അങ്ങനെ കാരണം ഇതിനകത്ത് ഈ ഗോഡ്സ് എന്ന എലമെന്റിനെ ഒരുപാട് നമ്മുടെ ഇടയിൽ ദൈവങ്ങൾ അതായത് ക്യാമറയിലേക്ക് അവരിങ്ങനെ എൻട്രി ആവുന്നു, ക്യാമറ ഇങ്ങനെ പാൻ ചെയ്യുമ്പോഴത്തേക്കും അത് ലൈക്ക് പുള്ളിയുടെ മാത്രം ആലുസേഷൻ വരുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു. അപ്പൊ അത് എങ്ങനെ വേണേ ഇന്റർപ്രറ്റ് ചെയ്യാൻ തോന്നുന്നു. ഞാനും ഈ ഗോഡ്സിന്റെയും ഇവരുടെ ഈ പൊസൈഡനെ ഒക്കെ പറ്റി ഒരു ഭയങ്കര പേരൊക്കെ ഇതൊക്കെ പുള്ളി എങ്ങനെയായിരിക്കും ഇവരെയൊക്കെ പ്രസന്റ് ചെയ്യാൻ പോകുന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഈ പടത്തിൽ അത് ഭയങ്കര നോർമലാണ്. അത് നല്ല ഈ 3000 വർഷം പഴക്കമുള്ള ഒരു എപ്പിക്
എടുത്തിട്ട് അതിന്റെ എപ്പിക് നേച്ചറൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞു. എപ്പിക്നെസ് എല്ലാം കളഞ്ഞു സാധാരണ മനുഷ്യരുടെ സാധാരണ കഥ. ഒരു സാധാരണക്കാരൻ സഞ്ചരിക്കുകയാണ്. പുള്ളി യുദ്ധവീരനായിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒറിജിനൽ കഥയ്ക്കകത്ത്, അതായത് ഈ പടം കണ്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒഡീസിയെ കുറിച്ച് കൂടുതൽ അറിയാം. അതായത് ഈ പടം എനിക്ക് ആക്ച്വലി ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു. ഈ ഒഡീസിയസിനെ കുറിച്ച് അറിയാനുള്ള ഇൻട്രസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ ഞാൻ ആക്ച്വൽ മറ്റേ ഇലിയാഡും ഒഡീസിയസും വായിച്ചില്ല, അതിൻ്റെ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഇത് ഒരിക്കലും ഒരു 3 മണിക്കൂർ സിനിമയാക്കി ചുരുക്കാൻ പറ്റില്ല. അപ്പം ഈ ചുരുക്കിയ വേർഷൻ രസമുണ്ട്. പുള്ളിക്ക് ഒരു സ്ക്രിപ്റ്റ് ഒരു ത്രൂപുട്ട് കിട്ടാൻ തക്ക രീതിയിലാണ് പല എലമെന്റുകളെയും ടച്ച് ചെയ്ത് അങ്ങ് പോകണം. മറ്റേ സൈറൻസിന്റെ സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന്റെ ഒരു അതാ കഥ കേൾക്കുമ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സീനാണ്. ഇതിലും കുറച്ചധികം അതിനകത്ത് മെഴുകുരുക്കി ഒഴിക്കുന്നു എന്നുള്ള സംഭവമാണ്. പക്ഷെ ഇവിടെ അതിനകത്ത് അവർ മെഴുകു വെച്ച് അടക്കുകയാണ്. അങ്ങനെയാണ് പറയുന്നത്. അത് കാരണം അത് അത്രയും ടൈം അതിനകത്ത് സ്പെൻഡ് ചെയ്യണം. അതിൽ നിന്നൊരു സ്റ്റോറി പോയിന്റിലേക്ക് പോകുന്നില്ല. അതായത് മാത്രമല്ല, ആ സമയത്ത് നമ്മളും ഈ മെഴുക് ലാസ്റ്റ് വെക്കുമ്പോഴേക്കും നമ്മുടെയും ചെവി അടയ്ക്കും. ആക്ച്വലി അത് മെഴുക് വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മള് ഈ ആ മെയിൻ ക്യാരക്ടറുണ്ട്, അത് ആ ഇന്ത്യൻ ആക്ടർ ചെയ്ത് ആ ക്യാരക്ടർ ആ പുള്ളിയുടെ പെർസ്പെക്റ്റീവില് നമ്മളത് കാണുകയാണ്. പുള്ളി ഇങ്ങനെ പുള്ളിക്ക് എന്താണ് കേൾക്കുന്നത് അതുപോലെ അത് നമുക്ക് കേൾക്കുന്ന പോലെയാണ്. അത് ഭയങ്കര പുള്ളി തുടക്കം മുതൽ പുള്ളിക്ക് ഡൗട്ട് ഉണ്ട്. എടാ നീ പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയുന്നത്, നിന്റെ എന്ത് ഐഡിയ ശരിയാകുന്നില്ല. അത് പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിൽക്കും, ഞങ്ങൾ പോയിട്ട് വരാം, ഞാൻ മാത്രം കേൾക്കാറുണ്ട് പാട്ടത്. അല്ല, പിന്നെ ഇവർക്കും അത് സഹായമാണല്ലോ. അത് ഇവൻ ഒച്ചയിടുന്ന് നിർത്തുമ്പോഴത്തേക്കും പാട്ടിന്റെ ഇത് മാറിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ സീക്വൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടവർക്ക് മനസ്സിലാവും. എന്റെ പടത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സീൻ എന്ന് പറഞ്ഞാൽ സേഴ്സി എന്ന വിച്ചിന്റെ വീട്ടിൽ പോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഇവര് അതായിരുന്നു എന്റെ ഭയങ്കര കാര്യം. നമ്മള് ഈ ടൈപ്പ് ഓഫ് പടങ്ങളൊക്കെ വേറെ ഉണ്ട്. ഇങ്ങനെ ഒരു വിച്ചിന്റെ വിച്ച് തന്നെ ഇങ്ങനെ ഒരു ആൾക്കാരെ മൃഗങ്ങളാക്കി മാറ്റുന്ന അതിന്റെ പ്രസന്റേഷനാണ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായത്. അത് ഞാൻ ഇപ്പം പുള്ളി കുറച്ച് കാലമായിട്ട് പുള്ളി ഒരു ഹൊറർ ചെയ്യുന്ന കാര്യം ഇങ്ങനെ ചർച്ചയിലുണ്ട്. അപ്പം അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ചെറിയ ഗ്ലിംസ് ആണ് നമ്മൾ കണ്ടതെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ വർക്കായ ഒരു വേറൊരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ മെൻ ആർ പിഗ്സ് എന്നുള്ളൊരു എലമെന്റ് ഉണ്ടല്ലോ പണ്ട് തൊട്ടേ. അതായത് അന്ന് തൊട്ടേ ഈ ഏറ്റവും റോ ടോക്സിക് മാസ്കുലിനിറ്റി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും റോ വേർഷൻ ഓഫ് മെൻ, അതായത് യുദ്ധം, വെട്ടിപ്പിടിക്കൽ, ഈ ഒരു ലൈനിൽ മാത്രം ചിന്തിക്കുന്ന ഏറ്റവും ബേസ് ലെവൽ ആനിമലിസ്റ്റിക് ഇൻസ്റ്റിങ്സ് മാത്രമുള്ള ആണുങ്ങൾ അവർ പിഗ്സ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനൊരു ടോക്കുള്ളതുകൊണ്ട് തന്നെ ഇവരെ കൺവേർട്ട് ചെയ്യുന്നത് എല്ലാം പന്നികളായിട്ടാണ്. എന്നിട്ട് ഇവരെ തിരിച്ച് കൺവേർട്ട് ചെയ്യുമല്ലോ. അപ്പം ഇവര് പറയുന്നത് ഗോ ബാക്ക് ടു യുവർ ഡിസ്ഗൈസ് എന്ന്. അതായത് ആക്ച്വലി ഇവർ പിഗ്സ് ആണ്, ഇവരുടെ ഡിസ്ഗൈസ് ആണ് മനുഷ്യരെന്നുള്ളത്. അപ്പം അതാണ് പറയുന്നത്. അപ്പം ആ എലമെന്റ് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിന്റെ വിഷ്വലൈസേഷൻ. അതായത് നമ്മൾ ഇങ്ങനെ ഇപ്പം ഞാൻ ഈ കഥ കേട്ടപ്പോൾ ഇതിനകത്തുണ്ട് ഈ മനുഷ്യരെ ഇങ്ങനെ മൃഗങ്ങളാക്കി മാറ്റുന്നുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിൽ ചിന്തിക്കില്ല ഇത് എങ്ങനെയായിരിക്കും നമ്മൾ കാണാമോ. അത് സംഭവം ഇത് നമ്മൾ വേറൊരു പടത്തിലാണ് നമുക്ക് ഒരുപക്ഷെ അതെ ഇവരിങ്ങനെ പുള്ളിക്കാരി ഫ്രെയിമിൽ ഇങ്ങനെ കയറി മറഞ്ഞ് അല്ലെ ഇവരുടെ മുഖത്തൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ചവർ ഒരു കൈ ഇങ്ങനെ അണ്ണാക്കിലേക്ക് ഇട്ടു. അങ്ങനെ ആ സീക്വൻസ് വെച്ചിട്ട് നമുക്കൊരു ഭയങ്കര ഒരു സ്കേരി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് അതുപോലെ തന്നെ അവരെ തിരിച്ച് മനുഷ്യനാക്കി വിടുന്നതിന്റെ സീനും ഈ പഴയ ഭയങ്കര ടെക്നിക്സ് വെച്ചിട്ടാണ് ഒരു മാച്ച് മറ്റേ എന്താ പറയുക മറ്റേ ഹിഡൻ കട്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് അല്ലേ. അവരെ നല്ല രസമായിരുന്നു ആ സീക്വൻസ്. എനിക്കത് അതേപോലെ തന്നെ ആ സീക്വൻസിന്റെ എഡിറ്റിൽ ഒരു സംഭവമുണ്ട്. ഈ ഒരു മാനെ തേടി പുള്ളി പോവാ, മാനെ അമ്പ ചെയ്യാൻ പോയി. ഈ ഫൈനലി മാനെ പുള്ളി അമ്പ ചെയ്ത് വീഴ്ത്തുന്നു. ഈ പുള്ളി ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അതൊരു മനുഷ്യനാണ്. അപ്പൊ അവിടെ കറക്റ്റ് ആ ടൈമിൽ ഇവരെ പുള്ളിക്കാരി ആ സീക്വൻസിലും ഇതുപോലെ എന്തോ ഒരു സിമ്പിൾ പരിപാടിയാണ്. അതായത് നമ്മൾ ആദ്യം കാണുമ്പോൾ അത് മാനായിട്ട് തോന്നും, പിന്നെ അവന്റെ ഫേസിൽ വന്നിട്ട് അവന്റെ സംശയം വീണ്ടും അങ്ങനെ. അപ്പം നമ്മൾ ഇതിനകത്ത് VFX അധികം വന്ന് കാണത്തില്ല, പക്ഷെ ആ കട്ടിൽ എന്താണ് സംഭവിച്ചത്, എന്തോ ഒരു മാജിക്ക് അതിനകത്തുള്ള പോലത്തെ ആ ഫുൾ സീക്വൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ എനിക്ക് അതിനകത്ത് ഇവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു സീക്വൻസ് ഇല്ല, അവിടെ മാത്രമാണ് എനിക്ക് അതിൻ്റെ ആ സീൻ്റെ ആക്ടിങ് വൈസ് ആണെങ്കിലും ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് കുറച്ച് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തു. അതുവരെ സെർസിയുടെ അതുവരെ ഇതിൽ നിന്ന് നമുക്ക് കാര്യം പിടികിട്ടി നമുക്ക്. പിന്നെ അതിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി ഇല്ലേ, അതായത് മെന്നാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു റാൻഡ് പോലത്തെ ഒരു സാധനമുണ്ട്. പക്ഷെ എനിക്ക് അവിടെ ആ സാധനം അത്ര വർക്കായില്ല. അവിടുത്തെ ആക്ടിങ് എനിക്ക് കുറച്ച് വീക്കായിട്ട് തോന്നി. അതുവരെ ആ ക്യാരക്ടർ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് ഇങ്ങനെ നിന്നു. പിന്നെ ആക്ച്വലി കഥയിൽ ഇവർ തമ്മിൽ ഇവർ 1 വർഷം അവിടെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇത് പലയിടത്തും ഇങ്ങനെ ഒരുപാട് സമയം അവരവിടെ സ്പെൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ കഥയിൽ കുറച്ചുകൂടെ അത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നില്ല. അതെ. പിന്നെ എനിക്ക് വർക്കായ ഒരു ക്യാരക്ടർ കാലിപ്സോ, മറ്റേ
ചാർലിസ് ഉണ്ട്. ആ ക്യാരക്ടർ വർക്കായ ആക്ച്വലി മറ്റേ ഒഡീസിയസിൽ ഈ എന്തോ ഐലൻഡ് ഓഫ് ലോട്ടസ് ഈറ്റേഴ്സ് ആ സംഭവത്തെയും പിന്നെ വേറൊരു ഐലൻഡിൽ പോയിട്ടാണ് ഷിപ്പ് ചോദിക്കുന്നത്. അതായത് ഇവിടെ കലിപ്സോഡ് ഐലൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ഐലൻഡിൽ മറ്റേ റാഫ്റ്റിൽ ഇറങ്ങിയിട്ട് വേറൊരു ഐലൻഡിൽ ചെന്ന് അടിഞ്ഞുകൂടും. ഈ ഓഡിസി അല്ലേ, ഓഡിസിക്കകത്ത് ഈ എല്ലാം സംഭവിപ്പിക്കുന്നത് ദൈവങ്ങളാണ്. ദൈവങ്ങൾ വന്നിട്ട് ഇപ്പം ഈ റാഫ്റ്റ് ഒരു ഐലൻഡിൽ ചെന്ന് അടിഞ്ഞുകൂടും. ഇപ്പം ബോധമില്ലാതെ അവിടെ കിടക്കുമ്പോഴത്തേക്കും ആ ഐലൻഡിൻ്റെ രാജകുമാരുടെ അടുത്ത് ദൈവം ചെന്നിട്ട് പറയും ചുമ്മാ കാട്ടിലോട്ട് ഇറങ്ങി നടക്കാൻ പോകാൻ പറയും. അല്ല അതല്ല, അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പറയുന്നത്. പക്ഷേ അപ്പം രാജകുമാരി ആ ദൈവം പറഞ്ഞാൽ ഇടയിൽ നടക്കാന്ന് പറയുമ്പോഴാണ് ഇവനെ കണ്ടുപിടുന്നത്. അങ്ങനെ ഈ ഇടയ്ക്ക് എന്നുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് ഒന്നൊന്ന് ചേർക്കുന്നതൊക്കെ ദൈവങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഷിപ്പ് റെക്ക് ചെയ്യുന്നത് എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ ഉണ്ട്. ഈ ദൈവം വന്ന് ഇങ്ങനെ ചെയ്തു, ഈ അല്ലെങ്കിൽ ഈ ഫിഗർ വന്ന് ഇങ്ങനെ ചെയ്തു എന്നുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഇതിനകത്ത് ആക്ച്വലി നമ്മുടെ മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ എക്സ്പീരിയൻസ് എന്തോ ആ ഫൈനൽ വേർഷനാണല്ലോ ഈ മറ്റേ ഇടിവെട്ടുന്നു അല്ലെങ്കിൽ കടൽ ക്ഷോഭം. സംസാരിക്കാൻ പോലും ഇടിവെട്ടുകയാണ്. അപ്പം അതേ നമ്മൾ കാണുന്നുണ്ട്. മറ്റേ സൂസിന്റെ ഇന്ററാക്ഷൻ അതിന്റെ ഇതൊന്നും കാണുന്നില്ല. മറ്റേ കലിപ്സോഡ് ഐലൻഡിൽ നിന്ന് ഇവനെ വിടാൻ പറയുന്നത് ആക്ച്വലി സൂസ് എന്തോ വന്നിട്ടാണ്. അപ്പൊ ഈ കലിപ്സോ പറയാം അത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ, അതിന് ഞങ്ങളൊന്നും പറയുന്നില്ല, ഞങ്ങൾ ഇത് ഡെമിഗോഡ് എന്തോ അങ്ങനത്തെ എന്തോ ഫിഗറായി. ഞങ്ങള് ഒരാളെ എനിക്ക് പുള്ളിക്കാരിയെ അതുപോലെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ലാസ്റ്റ് ഞാൻ പുള്ളിയുടെ പടം കണ്ട എപെക്സ് എന്ന് പറഞ്ഞു ആ പടത്തിൽ അതേ ലുക്കായിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പോൾ ഞാൻ പുള്ളിക്കാരി ട്രെയിലർ കണ്ട പോകുമ്പോൾ എനിക്കിങ്ങനെ അല്ല അതാണ് എനിക്കൊരു മേജർ ഇത്. ഈ ടോം ഹോളിന്റെ കേസിലും സംഭവം എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ലുക്ക് നമ്മളിവര് പ്രസ് മീറ്റിൽ ഇരിക്കത്തില്ല അതേ ലുക്ക് പോലെയാണ് തോന്നുന്നത്. അത് ഡ്രസ് മാറി കോസ്റ്റ്യൂമിന് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ ഇവര്. കാര്യം ഈ ചാർലിസ് തെറോണിനെ ഞാൻ ട്രെയിലർ കണ്ടാൽ പോലെ എനിക്ക് പുള്ളിക്കാരെ കണ്ടപ്പോൾ എടാ ഇത് മറ്റേ പടത്തിന് സെറ്റിന്ന് വന്ന പോലെ ഉണ്ടല്ലോ ആ ഫീലാണ്. അതായിരുന്നു എനിക്ക് ഈ പടത്തിൽ പുള്ളിക്കാരി വരുമ്പോൾ എനിക്കിങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ കറക്റ്റായിട്ട് പറയുമ്പോൾ ഞാനിങ്ങനെ ക്ലോസപ്പ് ഷോട്ട് നോക്കുമ്പോഴാണ്. മറ്റേ ഉടുപ്പൊക്കെ ഇടുമ്പോഴത്തേക്കും ഓക്കെ, പക്ഷേ ക്ലോസപ്പ് വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ എപെക്സ് പടത്തിലെ ക്യാരക്ടറല്ലേ. പിന്നെ ഒരു ഇതൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു മിസ്റ്ററി തോന്നും. മറ്റേ ഒരു ഇവൻ ചെയ്യുന്നതും കണ്ടോണ്ടിങ്ങനെ ഇരിക്കത്തില്ലേ, പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇല്ല. അപ്പം എന്തോ ഒരു വേറൊരു മൂഡുണ്ട് എന്ന്. പിന്നെ ഈ ട്രോയിലെ വാറ് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും മറ്റേ ഈ ഹെൽമെറ്റിൽ ഇതിലൊന്നും വലിയ പൊടിയും അഴുക്കൊന്നും ഇല്ല, അങ്ങനെ ഒരു സെറ്റപ്പില്ല, ഒരു ക്ലീൻ ലുക്ക്. അതും പൊതുവെ നോളൻ്റെ പടത്തിൽ ഉള്ളതാണ്, നമ്മളത് അംഗീകരിച്ച് കൊടുത്തേക്കുന്നു. പക്ഷേ ആ ഒരു ക്ലീൻ ലുക്ക് കുറച്ച് ഓവറായിട്ട് തോന്നിയായിരുന്നു ഇതിനകത്ത് ചെല്ലുമ്പോൾ. ഡൺകേർക്കിൽ എനിക്കിത് ഭയങ്കര ഇതായിട്ട് തോന്നിയായിരുന്നു. ഇവരൊക്കെ നേരെ രാവിലെ ഷട്ടൊക്കെ തേച്ച് വന്ന് നിൽക്കത്തില്ലേ യുദ്ധത്തിന്, ആ ഒരു ഫീലാണ് ഡൺകേർക്ക് ത്രൂഔട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും. ഇതിലും കുറച്ചൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. ഒരു യുദ്ധം കഴിഞ്ഞ് അല്ലെങ്കിൽ 10 വർഷമായിട്ട് ഇവരിവിടെ ആ ഒരു ഫീലില്ലേ അത് നമുക്ക് കിട്ടത്തില്ല. ഭയങ്കര റിച്ച് ലുക്കാണ് ഫുൾ ടൈം, കാണാൻ കൊള്ളാമെങ്കിലും നമുക്ക് ഈ 10 വർഷമായി 7 വർഷമായി വെള്ളത്താടി വരുന്നു അത് നമുക്ക് എന്താ പറയാ ഒരു വിഷ്വൽ റെഫറൻസ് കുറച്ച് കുറവായിട്ട് തോന്നുന്ന പോലെ. 10 വർഷമായിട്ട് ഒരു കപ്പലിൽ ഇവരെല്ലാവരും കൂടെ അടിഞ്ഞുകൂടി ആ സംഭവം. പക്ഷെ ആ ട്രോജൻ ഹോഴ്സിനകത്തെ സീക്വൻസിൽ ഇവര് എത്രയോ ദിവസം അവിടെ കിടന്നിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പൊ അത് കുറച്ചുകൂടെ മേക്കപ്പിൽ ഇതിലൊക്കെ നമ്മൾ കണ്ട് ഇവർ പറയുന്നുള്ള നമ്മൾ ഈ സീക്വൻസിനെ പണ്ട് തൊട്ട് ഈ എപ്പിക്കായിട്ടാണ് കാണുന്നത്, ഭയങ്കര ബുദ്ധിപരമായ. പക്ഷേ അതിൻ്റെ ഒരു റിയലിസ്റ്റിക് വേർഷൻ ഉണ്ട് ഇതിനകത്ത്. ഇത്രയോ ദിവസം അവർ കഴിഞ്ഞിട്ടാണ് ഇവർ വന്ന് കണ്ടുപിടിക്കുന്നത്, ഇതിനെ വലിച്ചോണ്ട് പോകുന്നതും. പക്ഷെ കുത്തുമ്പം ചോര ഒരാൾ ആ സീക്വൻസും ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു അധികം റിവ്യൂസിൽ ഒരുപാട് അതിന്റെ സൗണ്ട് ഡിസൈൻ ഒക്കെ ഭയങ്കര രസമാണ്. ആ സീക്വൻസിന്റെ ഇന്റർപ്രിട്ടേഷൻ ഭയങ്കര രസം. അതായത് ഇൻസൈഡ് ക്യാമറ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിന്റെ സൗണ്ട് ഡിസൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. മറ്റേ ഒരാള് ഡ്രൗൺ ആകുമ്പോഴത്തേക്കും അയാളെ കണ്ടിന്യൂസ്ലി ഡ്രൗൺ ചെയ്യണോ അതോ മറ്റേ മുങ്ങി കിടക്കുന്നുണ്ടല്ലോ വെള്ളത്തിൽ, അവർക്ക് വേണ്ടി മറ്റേ കുഴലിട്ട് കൊടുക്കുന്നൊക്കെ വരും. ഒരാളെങ്ങനെ മുക്കുന്നുണ്ടല്ലോ, കൊല്ലുന്നുണ്ടല്ലോ ഒരാളെ. അതായത് കൊല്ലുമല്ല, അവനിങ്ങനെ ഈ വെള്ളം ഇതിങ്ങനെ കടലിലെ കടവെള്ളം കയറി കിടക്കും. അത് ഒറിജിനലാത്ത ആക്ച്വലി ഞാൻ വായിച്ച വേർഷന്റെ പ്രശ്നമാണോ അതോ ഫാൻ ഫിക്ഷൻ ആണോ എന്ന് അറിയത്തില്ല. ഈ പുറത്ത് ഹെലിനെ കൊണ്ട് ഇവരുടെയൊക്കെ വൈഫിന്റെ ശബ്ദത്തിൽ പേര് വിളിപ്പിക്കും. അപ്പോഴത്തേക്ക് അകത്തുള്ള ഒരാള് ഇത് കേട്ടിട്ട് റെസ്പോണ്ട് എന്തോ ചെയ്യുമ്പോഴത്തേക്കും അവനെ മുക്കിക്കൊല്ലും. അങ്ങനെന്തോ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അത് ഞാൻ വായിച്ചത് ഇത് കഴിഞ്ഞിട്ട് കാണും. കാര്യം ഇവരെഴുതുമ്പോൾ ഇങ്ങനെ കണ്ടം പോലെ ആയിരിക്കുമല്ലോ. ലൈക്ക് അതിനകത്ത് ഒരുപാട് കാര്യം എലമെന്റ്സും കുറച്ച് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പൊ ഈ പടത്തിന്റെ വേർഷൻ ഇപ്പം നോളന്റെ ഒഡീസി എന്ന് പറഞ്ഞ് കാണുവാണെങ്കിൽ സ്റ്റാർട്ടിങ് ടു എൻഡ് നമുക്ക് ഇങ്ങനെ ക്ലീൻ ആയിട്ട് കണ്ട് ഇറങ്ങാം. ഇങ്ങനെ ഇത് ഇടിച്ച് കയറ്റിയ സീനാണ് അങ്ങനത്തെ ഫീൽ ഇല്ലാതെ നമുക്കിങ്ങനെ കണ്ടിറങ്ങാം. അതായിരുന്നു അതിന്റെ ഇൻട്രസ്റ്റ്. പിന്നെ ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നോബഡിയുടെ സാധനമല്ലോ സൈക്ലോപ്സിൽ, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സീനാണ്. അത് വായിച്ചവർക്ക് അതിന്റെ ഡീറ്റെയിൽസ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ ജൈന്റ്, ഒരു ഒറ്റക്കണ്ണൻ ജൈന്റ്, ആ ക്യാരക്ടർ
ആ ക്യാരക്ടറിന്റെ ഗുഹയ്ക്കകത്ത് പോയി ഇവർ ട്രാപ്പായി കഴിഞ്ഞിട്ട് ഇവരൊരു ദിവസം പുള്ളിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഒറ്റ ക്യാരക്ടറെ കണ്ടുള്ളൂ. ബട്ട് കഥയിൽ 2-3 പേരുണ്ട് അല്ലേ. മാത്രമല്ല തുടക്കം തൊട്ട് ഈ ക്യാരക്ടർ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇവർ ഇടയ്ക്ക് ഒരു സമയത്താണ് ഇവൻ ഈ കണ്ണ് കുത്തി പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കരയുമ്പോഴാണ് പുള്ളി മറ്റേ പൊസൈഡനെ വിളിച്ച് കരയുന്നത് ചെയ്യും അല്ലേ. അങ്ങനെ കരയുമ്പോഴാണ് ഇത് സംസാരിക്കുമെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ നോബഡിയുടെ കാര്യം പറഞ്ഞു വന്നത് പുള്ളി ഇങ്ങനെ കണ്ണുകുത്തി പൊട്ടിച്ചപ്പോൾ കൂടെയുള്ള മറ്റൊരു ജൈന്റ് ചോദിക്കുന്ന അല്ല ഇവൻ ചോദിക്കുക എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തുടക്കം തൊട്ട് ഇവൻ പറഞ്ഞു വെച്ചേക്കുന്ന പേര് ഐ ആം നോബഡി. അപ്പം ജയന്റ് വിചാരിക്കുന്ന ഇവന്റെ പേരാണ് നോബഡി. ഈ ട്രാൻസ്ലേഷനിൽ ഇപ്പം നോളൻ യൂസ് ചെയ്യുന്നത് എമിലി വിൽസണോ പുള്ളിക്കാരുടെ ട്രാൻസ്ലേഷൻ ആക്ച്വലി നോ മാൻ എന്ന. അത് നോ മാൻ എന്നുള്ളത് ഒറ്റയടിക്കാണ് പുള്ളിക്കാർ എഴുതിയത് നോമൻ എന്നാ. അപ്പൊ അതുകൊണ്ടായിരിക്കും അത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ. അതായത് പ്രീവിയസ് ട്രാൻസ്ലേഷൻസിൽ നോ ബഡി എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അത് എന്തോ ട്രാൻസ്ലേഷനിൽ വന്നപ്പോൾ ഇതിനകത്ത് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. ലേറ്റസ്റ്റ് ട്രാൻസ്ലേഷൻ പുള്ളി എടുത്ത എമിലി വിൽസൺ അങ്ങനെ എന്തോ ഒരു 2017 ഒരു ട്രാൻസ്ലേഷൻ വെച്ചിട്ടാണ് പുള്ളി ഈ പടം എടുത്തേക്കുന്നത്. അതിനകത്ത് കുറച്ചിങ്ങനെ മോഡേണൈസ് ചെയ്ത് കുറച്ചുകൂടെ കട്ട് ഷോട്ട് ചെയ്ത് ഇത്രയും വലിയ സാധനത്തിനെ കുറച്ച് മോഡേൺ ഓഡിയൻസിന് വായിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ കുറച്ച് അനാവശ്യമായ കാര്യങ്ങൾ അനാവശ്യമല്ല. നമ്മൾ തന്നെ ഈ കഥ കേട്ടോണ്ടിരിക്കുമ്പോൾ ചില സ്ഥലത്ത് നമുക്കും ഈ ഫുൾ ഒറിജിനൽ കഥ കേട്ടാൽ എനിക്ക് തന്നെ ഇതിന്റെ ഫുൾ കഥ കുറെ കേട്ടോണ്ടിരുന്നപ്പം ഈ ഏരിയക്ക് എന്ത് ബോറാന്ന് എനിക്ക് തോന്നി. അത് പേഴ്സണലി കുറച്ച് ഞാൻ പറഞ്ഞില്ല, ഇവർ ഈ റിപ്പറ്റീഷൻ ആവും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ജൈന്റിന്റെ അടുത്തുനിന്ന് ഇവർ അടുത്ത ഐലൻഡിൽ ചെല്ലുന്നു. അവിടെ മറ്റേ ആർമറിട്ട ജൈൻസ് വരുന്ന ഈ പടത്തിൽ ആർമറിട്ട ജൈൻസ് അതിൽ കാനിബോൾസ് ആണ്. അപ്പോൾ ആ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഇത് രണ്ടും ഒരേ പോലത്തെ സംഭവങ്ങളാണോ നടക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെ കഥ കേട്ടപ്പോൾ തന്നെ ഇതിനകത്ത് റിപ്പറ്റീഷൻ ആണല്ലോ. പിന്നെ അന്നത്തെ കഥ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കണമല്ലോ. ഇപ്പം സിനിമയ്ക്കകത്ത് എനിക്ക് വർക്കാവുന്ന വേറൊരു ഏരിയ അതാ മറ്റേ ഈ ആർമറിട്ട ജയൻസിന് ആദ്യം ഒരു കൊച്ചുകൊച്ചിനെ കാണുന്ന ഒരു കൂയിക്കൊണ്ട് ഓടുന്ന ആ സീക്വൻസ് എന്തോ ഒരു മറ്റേ കാനിബൽസിനെ റീപ്ലേസ് ചെയ്ത വേർഷനാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിനകത്ത് എന്തോ ഒരു കാനിബൽസ് ആണോ ഒന്നും നമുക്ക് അറിയത്തില്ല. ആർമറിട്ടുകൊണ്ട് വരുന്നു, ഓടിക്കുന്നു. ഈ ഗംഭീര പടത്തിൽ വർക്കാവാതെ പോയ മറ്റൊരു എലമെന്റിനെ കുറിച്ചാണ്. അത് ആ ഹോൾ സീക്വൻസ് നമ്മുടെ ആ ആർമർ ഇട്ട് വരുന്ന ജയൻസ് അതിന്റെ ഒരു സ്റ്റേജിങ് ഇല്ല. മറ്റേ തുടക്കം തന്നെ ഒരു കൊച്ചു വരുന്നു. അതായത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരാള് ആർമറിൽ നിൽക്കുകയാണ്. ഇവരടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഈ കൊച്ചാണെന്ന് മനസ്സിലാവുന്നു. എന്നിട്ട് കൊച്ചു കരയുമ്പോഴത്തേക്കും കുറച്ച് വലിയ മുതിർന്ന ജൈൻസ് വരുന്നു വിത്ത് ഫുൾ ആർമർ. അത് ഇതൊരു കുട്ടിയാണല്ലോ, കുട്ടി തന്നെ ഇത്ര വലുതാണെങ്കിൽ ഇതിന്റെ അച്ഛൻ എത്ര വലുതായിരിക്കും എന്നുള്ളൊരു സംഭവം. അപ്പൊ എനിക്ക് അവിടെയൊക്കെ കുറച്ചൊരു ഇത് തമാശയാണോ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ കൊച്ചു കരഞ്ഞോണ്ട് ഓടുമല്ലോ. എന്നിട്ട് പിന്നെ മറ്റേ പുകയുടെ അകത്തുനിന്ന് കുറെ ഡാഡി എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവിടുന്ന് ഡാഡി മമ്മിയും വരും. പിന്നെ എല്ലാവരും കൂടെ വരുന്നു, ഇവരെയൊക്കെ വാരി വലിച്ചെറിയുന്നു. ഇവരവിടുന്ന് ചാടി വള്ളത്തെ കയറി, വള്ളമല്ല ബോട്ട്. അത് ഇവരുടെ മറ്റേ പർപ്പസ് നോക്കുവാണെങ്കിൽ 3 വെള്ളം ഒന്നാവണം. അതായത് 2 ബോട്ട് നശിപ്പിച്ചു, ബാക്കി എല്ലാവരും കൂടെ ഒരു ബോട്ടിനകത്ത്. അപ്പൊ അത് ഈ പറയുന്ന പോലെ ഈ സ്ക്രിപ്റ്റിനകത്ത് ഒരു സംഭവം കൂടെ നടന്നു എന്നൊരു ലൈൻ ഒരു ഇൻസിഡന്റ് ആയിപ്പോയി. ഇങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള. അതെ, അതാണ് ആ സീക്വൻസിനൊരു പ്രോപ്പർ ഇത്രയേ ഉള്ളൂ. അവരുടെ പർപ്പസ് ഇതാണ്. പക്ഷെ അതുകൊണ്ട് ആ സീക്വൻസിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള വേറെ പരിപാടികൾ നടന്നില്ല. അതെ, അപ്പൊ അത് കുറച്ച് ഓക്കെ ഏരിയ ആയിട്ട് തോന്നി. ഇപ്പൊ ത്രൂ ഔട്ട് ഞാനിത് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ നോളന്റെ പടത്തിൽ റിയലിസം അല്ലേ. അപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര പുതുമയായിട്ട് തോന്നുന്നില്ല. ഞാൻ ഓൾറെഡി മറ്റേ ഗെയിം ഓഫ് ത്രോൺസ് ആണ് എന്നെ ത്രൂ ഔട്ട് ഇത് റിമൈൻഡ് ചെയ്തുകൊണ്ട്. അതിനകത്ത് ഒരു പ്രത്യേക റിയലിസം ഉണ്ടല്ലോ. ഈ റിയൽ ലൈഫ് ലൊക്കേഷൻസിലാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. വല്ലപ്പോഴും ഒരു ഡ്രാഗൺ വരുമ്പോഴാണ് ഒരു VFX അതും ഗംഭീരമായിട്ട് അത് VFX ചെയ്തേക്കുന്നത്. അങ്ങനെ നമുക്ക് VFX അല്ലേ എന്നുള്ളതല്ലാതെ അപ്പൊ ആ ഒരു സ്റ്റൈൽ ഓഫ് പരിപാടി തന്നെയാണ്. നമുക്ക് കാണുന്ന ലൊക്കേഷൻസ് എല്ലാം റിയലിസ്റ്റിക് ആണ്, നമ്മൾ എല്ലാം നടക്കുന്ന എല്ലാം റിയലിസ്റ്റിക് ആണ്. അപ്പം പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കാസ്റ്റിങ്ങിനെ കുറിച്ച്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന ഈ വർക്കാവാതെ പോയ കുറച്ച് സീനുകളെ കുറിച്ച് സംസാരിച്ചത്. ഈ കാസ്റ്റിങ്ങിൽ നമ്മൾ ടോം ഹോളണ്ടിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മുടെ റോബർട്ട് പാറ്റിൻസൺ അത് ഓക്കെ ആയിരുന്നു. പിന്നെ സെൻഡായ ഈ പറയുന്ന ഒരു ഓക്കെയാണ്. അത് എനിക്ക് പ്രശ്നം പറഞ്ഞാൽ ഈ വലിയ ആക്ടേഴ്സിനെ കൊണ്ട് കാസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ചെയ്യാനും മാത്രം ഒന്നുമില്ല എന്നുള്ളൊരു സംഭവം. ഒരു മൾട്ടി സ്റ്റാർ പടത്തിൽ ഒരുപാട് പേര് വന്ന് ചേരുന്ന പോലെ ഒരു ഫ്രെയിം വെച്ചാൽ ഇത്ര ആൾക്കാർ വന്ന്. നമ്മൾ ഈ മറ്റേ പേട്രിയോട്ടിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിലും അവർക്ക് ചെയ്യാനും മാത്രം ഒന്നും ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. എന്നാൽ അത് വല്ലാണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല. എന്നാലും നമ്മൾ സെൻഡായ വരുമ്പോഴത്തേക്കും അധീനമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് ചോദിച്ചാൽ അതും ഇല്ല. അതിനാണ് എന്ന് തോന്നുന്നു അവരാ ഒരു സീക്വൻസ് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഇങ്ങനെ വേറൊരു പെൺകുട്ടിയെ വന്ന് ഡോണ്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് തല വെട്ടുന്നത്. അപ്പോൾ ഇത് പുള്ളിയുടെ ആ ഒരു കുറ്റബോധത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണോ, പുള്ളി മാത്രം കാണുന്ന ഒരു ഗിൽറ്റ്, പുള്ളിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, അതിന് പുള്ളി കൊടുത്തേക്കുന്ന ഫേസ് ആണ് ഈ സെൻഡയുടെ എന്ന് തോന്നുന്നു. ബട്ട് ആ ഇന്റർപ്രിട്ടേഷൻ രസമുണ്ടായിരുന്നു. ബട്ട്
ഈ ഒരു പ്രശ്നമാണ്, ഈ അധീനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം പടം ത്രൂ ഔട്ട് ഈ ഗോഡ്സിന് അങ്ങനെ ഒരു ഫിസിക്കൽ റെപ്രസെൻറ്റേഷൻ ഇല്ല. ഇവരൊക്കെ ഫീൽ ചെയ്യുന്നേ ഉള്ളൂ ഇത്. അതായത് ഒഡീസീസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കടൽക്ഷോഭം, പൊസൈഡനെ കുറിച്ച് പറയുമ്പോൾ കടൽക്ഷോഭം വരുന്നു, സ്യൂസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും മിന്നൽ വരുന്നു എന്ന് പറയുന്ന പോലെ ഈ അധീനായിട്ടായിരിക്കത്തില്ല പുള്ളി ഇന്റർപ്രറ്റ് ചെയ്തേക്കുന്നത്. ഇവന്റെ ഗിൽറ്റിന്റെ ഒരു രൂപമായിരിക്കും. അപ്പോൾ അത് കൃത്യമായ ഒരു പോയിന്റ്സിൽ വന്നിട്ട് അതാ അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്രത്യക്ഷമാവുള്ളൂ. അപ്പൊ അതിന്റെ ലാസ്റ്റ് റിവീൽ പിന്നെ വരുന്നില്ല. ലാസ്റ്റ് ആണ് ഇത് ഒരു ടച്ചിങ് പോലത്തെ ഒരു സംഭവം വരുന്നത്. എനിക്ക് തോന്നുന്നു അത് പുള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവം മാത്രമായിട്ടായിരിക്കും. അപ്പൊ അതുവരെ നമ്മൾ ഈ ഒഡീസീസിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കണക്ഷനോ പുള്ളി എന്താണ് പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. പുള്ളിയുടെ പെർഫോമൻസ് എല്ലാം ഓക്കെയാണ്, എന്നാലും ഒരു കൃത്യത ഫീൽ ചെയ്തില്ല. ആ ലാസ്റ്റ് സീക്വൻസ് ഇല്ല, ഒരു അവസാനത്തെ ഒരു 45 മിനിറ്റ്, അവിടെയാണ് പടം ശരിക്കും അങ്ങോട്ട് ഗ്രിപ്പിംഗ് ആവുന്നത്. അപ്പം അതുകൊണ്ട് പറഞ്ഞു നിർത്തില്ല വൈഫിനോട് ചെന്ന് റിവീൽ ചെയ്യുന്ന സീക്വൻസ്, അവിടെയാണ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്, ശരിക്കും ഇമോഷണൽ ആവുന്നതും. എന്താണ് പുള്ളി ഉദ്ദേശിച്ചത്? PTSD ആണ്. ഞാൻ യുദ്ധത്തിനവിടെ ചെന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു റെവലേഷൻ ഉണ്ടാവുന്ന ലൈൻ ഓഫ് സംഭവം. അപ്പോഴാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒഡീസിയസ് ഈ കഥ അത് കഴിഞ്ഞിട്ട് വായിച്ചപ്പോഴാണ് മറ്റേ ഹോമർ എഴുതി വെച്ച ഒഡീസിയസിന് ഇങ്ങനത്തെ കുറ്റബോധമൊന്നുമില്ല. പുള്ളി പറയുന്നത് എൻ്റെ ഐഡിയ ആണ് ട്രോയ്, ഞാൻ കാരണമാണ് യുദ്ധം ജയിച്ചത് എന്നുള്ള ലൈൻ ഓഫ് മനുഷ്യനാണ്. മറ്റേ സൈക്ലോപ്സിന്റെ കണ്ണി കുത്തിയിട്ട് എടാ നിന്റെ കണ്ണി കുത്തിയത് ഞാനാടാ എന്ന് വിളിച്ച് പറയുന്ന ആളാണ്. അപ്പോൾ ആ ക്യാരക്ടറിൽ നിന്ന് ഒരു PTSD ഉള്ള ഗിൽറ്റുള്ള കുറ്റബോധത്താൽ ഉഴറുന്ന ഒരു ദുഃഖിതനെയാണ് നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ വേർഷൻ രസമുണ്ടായിരുന്നു കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ ഒരു ഫൈനൽ റെവലേഷനൊക്കെ ആ റെവലേഷൻ കാരണമാണെന്ന് തോന്നുന്നു പുള്ളി ഇനിഷ്യലി മറ്റേ സൈക്ലോപ്സുമായിട്ട് സംസാരിക്കാത്തത്. അവിടെയൊക്കെ മറ്റേ ഈ ലൈൻ സംസാരിച്ച ക്യാരക്ടർ മറ്റേ മാറിപ്പോല. അപ്പം അതുകൊണ്ടാന്ന് തോന്നുന്നു അതൊക്കെ അവോയ്ഡ് ചെയ്തത്. കുറേ സംഭവങ്ങൾ അവോയ്ഡ് ചെയ്തത് ഈ ലൈൻ ഓഫ് ആർക്ക് ഈ ക്യാരക്ടറിന് കൊടുക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു. അപ്പം അത് രസമുണ്ടായിരുന്നു. പിന്നെ ഹൊയ്റ്റിമയുടെ അതല്ലേ നല്ല പുള്ളിയുടെ പേര്, അവരുടെ സിനിമാറ്റോഗ്രഫി അത് ഈ പറയുന്ന പോലെ മറ്റേ ഗ്രീക്ക് പെയിന്റിങ്ങിലൊക്കെ കാണുന്ന പോലത്തെ നേരത്തെ നോക്കിയാൽ കിയറോസ്ക്യൂർ അങ്ങനെയാന്ന് തോന്നുന്നു അതിന് പറയുന്നത്. സോറി അറിയില്ല. അത് ഭയങ്കര ഡ്രമാറ്റിക് ലൈറ്റിംഗ്, അതിനെന്തോ കുറച്ച് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നമ്മളൊരു ഫ്രെയിം എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഇപ്പം എപ്പോഴും ഒരു 3-4 കളേഴ്സിൽ കൂടുതൽ കാണത്തില്ല. ഇപ്പം നൈറ്റ് ഷോട്ട്സ് എടുക്കുവാണെങ്കിൽ ഒരു ലാൻഡേർഡ് എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ അകത്ത് സിംഗിൾ ലൈറ്റ് സോഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു വെട്ടം, ബാക്കി ആംബിയൻ ലൈറ്റ്, അങ്ങനെ നമ്മൾ ഈ കപ്പലിൻ്റെ കളറാണെങ്കിൽ തന്നെ ഈ ആംബിയൻ ലൈറ്റുമായിട്ട് ചേരുന്ന എല്ലാം ഇങ്ങനെ ഒരു സിംഗിൾ പരിപാടിയാണ്. മറ്റേ ഈ മരിച്ചവരുടെ ആ ഏരിയയിലൊക്കെ പോകത്തില്ലേ, അതിൻ്റെയൊക്കെ വിഷ്വൽസ് ഒക്കെ ഭയങ്കര പവർഫുൾ ആൻഡ് സ്ട്രോങ് ആണ്. പുള്ളിയുടെ സിനിമാറ്റോഗ്രഫി ത്രൂ ഔട്ട് നോളൻ്റെ ഇതിനു മുമ്പത്തെ സിനിമകളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. കുറച്ചെങ്കിലും നിറം കാണുന്നത് മറ്റേ ഇവരുടെ നാട്ടിൽ ചെല്ലുമ്പോഴാണ്. അപ്പോൾ ഇവരുടെ നാട്ടിൽ ചെന്ന് ഈ കോട്ട അതിൻ്റെ ചുറ്റിലും കുറച്ച് പൂക്കളൊക്കെ കാണുമ്പോഴാണ് അതിൻ്റെ സൺസെറ്റ്, അത്രയേ ഉള്ളൂ നിറങ്ങൾ. അത് ഈ എപ്പിക്സ് അപ്രോച്ച് ചെയ്യുമ്പം ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ നോളനിപ്പോൾ ചെയ്തേക്കുന്ന പോലെ വളരെ ഡാർക്ക് ആൻഡ് റാബ്, ഭയങ്കര സങ്കടകരമായ ഒരു എപ്പിക്കാണിത് എന്നല്ല ഇനി ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ ട്രോയ് ഒക്കെ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് ആൻഡ് കളർഫുൾ, നല്ല ഇതിന്റെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ വൈസും കുറച്ചധികം. അത് ഇതിൽ നമ്മൾ ഇവരുടെ കൊട്ടാരവും പരിപാടിയൊക്കെ കാണുന്നത് പോലല്ല, ട്രോയിൽ കാണുമ്പോൾ കുറെ കൂടെ രാജമൗലി വേർഷൻ പോലെ. ഇതാണ് എന്റെ കൊട്ടാരം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മതിൽ കെട്ട്, ഇതിനാണോ കുറച്ച് പഴയ ഒരു കെട്ടിടം, ഇതിനാണോടാ ഈ ബഹളം മൊത്തം ഉണ്ടാക്കിയെന്ന് പറയുന്ന പോലെ. കുറെ കൂടെ അല്ലെ നമുക്ക് കുറെ കൂടെ റിയൽ ആയിട്ടും മറ്റേതിൽ കുറച്ചധികം അങ്ങനെ റിയൽ എന്നല്ല, നമ്മളിത് കാണുമ്പോൾ നമുക്ക് ആ റിയലിസ്റ്റിക് ഫീൽ കുറച്ചുകൂടെ തരാൻ പറ്റുന്നത്. ഇത് എനിക്ക് തോന്നി മോഡേൺ ആളുകളുടെ ഒരു അപ്രോച്ച് പൊതുവെ കുറച്ച് നമ്മൾ എന്താ പറയാ പോസിറ്റീവ് വൈബുള്ള ആളുകളും കുറച്ച് രണ്ട് രീതിയിലുള്ള ആളുകൾ. ഇപ്പം പോസിറ്റീവ് വൈബുള്ള ആളുകളാകുമ്പോഴത്തേക്കും ഈ രാജ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാൻഡിയറിനെ കുറിച്ചൊക്കെ ആയിരിക്കും അവർക്ക് അറിയാൻ താല്പര്യം. മറ്റേവരാണെങ്കിൽ എടാ അവിടുത്തെ ജീവിതം ബുദ്ധിമുട്ടായിരുന്നില്ലടാ, അപ്പോൾ അത് നമ്മളൊരു ചെറിയ ഒരു മതിൽക്കെട്ടിനകത്ത് അവർ ഒതുങ്ങി അത് കാണാനേ അവർക്ക് കഴിയത്തുള്ളൂ. അവരുടെ ജീവിതം എന്ന് പറയുന്ന രണ്ടുപേർക്കും ഒരു ബാലൻസ് ഇല്ല. ഇവർക്ക് ഒന്ന് അവൻ്റെ ഭയങ്കര പോസിറ്റീവ് ആടാ, അവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അന്ന് പൊല്യൂഷൻ ഇല്ല, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള എവിടെയും പൂക്കൾ, അങ്ങനെ രണ്ട് അപ്രോച്ച്. ഇതും നോളൻ ഏത് പടം ചെയ്താലും ഈ പറയുന്ന പോലെ
ഓപ്പൺ ഹീമറിന്റെ പടം ചെയ്താലും പുള്ളിക്ക് ഗിൽറ്റാണ്. ആ ഗിൽറ്റിലാണ് നോളൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് സിനിമയുടെ ഇൻട്രസ്റ്റ് പുള്ളിക്ക്. അതാണ് ഇപ്പോൾ ഒരുപാട് റിവ്യൂസിലൊക്കെ ഞാൻ കണ്ടത് വളരെ ഹ്യൂമൻ അപ്രോച്ചാണ്. അത് എപ്പോഴും സങ്കടം പ്രസന്റ് ചെയ്യുമ്പോൾ ഹ്യൂമൻ അപ്രോച്ചാണ്. അതല്ലാതെ സന്തോഷം പ്രസന്റ് ചെയ്ത് അത് ഹ്യൂമൻ അല്ല അതെന്താന്ന് എനിക്ക് മനസ്സിലാകുന്നത്. സങ്കടം ഹ്യൂമൻ അപ്രോച്ച് അല്ല, സന്തോഷത്തിന് ഹ്യൂമൻ അല്ലല്ല. എപ്പോഴും എനിക്ക് റിയലിസ്റ്റിക് പടവും കൊമേഴ്ഷ്യൽ പടവും എന്ന് പറയത്തില്ല, എപ്പോഴും ഈ പറയുന്ന ഇമോഷണൽ ആണ് എന്നുള്ള സംഭവം. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ഉടനെ സങ്കടം എന്നുള്ള ലൈനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതെനിക്ക് ഇതിനും ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്. അത് ഞാൻ പറയാം. ഹ്യൂമൻ അപ്രോച്ച് എന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കത്തില്ല, പക്ഷേ ഷൂട്ട് ചെയ്തതിന്റെ വേർഷനാണ്. അത് ഇത്രയും ക്ലോസും നമ്മൾ ഫുൾ ടൈം ഇപ്പൊ ഈ ട്രോയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ പോലും നമ്മൾ ഒഡീസിയസിന്റെ പുറകെ പോകുന്നു. പുള്ളി കാണുന്നത്, പുള്ളിയുടെ കാഴ്ചപ്പാട്, ഇടിവിട്ടത് എന്ത് സംഭവിച്ചാലും പുള്ളിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാണിക്കുന്നതുകൊണ്ട് നമുക്കൊരു റിയലിസം ഫീൽ ചെയ്യും. പക്ഷെ അത് ഞാൻ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഭരദ്വാജ് രംഗന്റെ റിവ്യൂ പോലും ഇതാണ് ഹ്യൂമൻ പടം എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ. ഇത് സങ്കടം വരുന്ന പടങ്ങൾക്കൊക്കെ ഹ്യൂമൻ പടം എന്ന പേരും, എന്തെങ്കിലും ഒരു ചിരിച്ചു കളിച്ച് ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതൊരു കൊമേഴ്ഷ്യൽ, അത് ഒരു ഫാന്റസിയാണ്. മനുഷ്യന് സന്തോഷമില്ല, അതൊരു ഫാന്റസി ആണെന്നുള്ളൊരു കാഴ്ചപ്പാട് കുറച്ച് കണ്ടായിരുന്നു. അത് എനിക്ക് കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ പറയുന്നില്ല, റിയലിസ്റ്റിക് ആണ് പടം. ഭയങ്കര വർക്കാവാതെ പോയെന്ന് പറയുന്നില്ല. എന്നാലും ഇനീഷ്യൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പം കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു എലമെൻ്റാണ് ഈ ലാംഗ്വേജ്. വളരെ കണ്ടംപററി ആയിട്ടുള്ള മോഡേൺ ലാംഗ്വേജ്. നമ്മളിപ്പം US-ലൊക്കെ ഇപ്പം മോഡേൺ സിനിമ എടുക്കുകയാണെങ്കിൽ അവർ അങ്ങോട്ട് ഒരു സബർബിൽ അങ്ങോട്ടും സംസാരിക്കാം, അമ്മ അച്ഛനോടെ ചോദിക്കുന്ന പോലത്തെ മോം വെർ ഇസ് മൈ ഡാഡ്, ആ ലാംഗ്വേജിൽ പടത്തിന് ട്രെയിലർ തൊട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഇതെങ്ങനെ ഞാനിങ്ങനെ അല്ലയോ മഹാനുഭാവലു അങ്ങനെ ഇവർ സംസാരിക്കണമെന്നല്ല, എന്നാലും ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ഒന്നാമത്തെ കാര്യം ഇവർ അമേരിക്കൻ ആക്സെന്റ് യൂസ് ചെയ്തു, ബ്രിട്ടീഷ് ആക്സെന്റ് പകരം അത് ഓക്കെ ചേഞ്ച് ആണ്. ബട്ട് ഈ പറയുന്ന പോലെ ഈ ഡാഡ് എന്നതിന് പകരം ഫാദർ എന്ന് യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ എന്തോ അപ്രോച്ചബിൾ ആയിട്ട് ഫീൽ ചെയ്തത്. അത് നമ്മൾ ശീലത്തിന്റെ ബുദ്ധിമുട്ടാണെന്നറിയില്ല, നമ്മൾ കണ്ട ഒരു ശീലമുണ്ടല്ലോ, ആയിരിക്കാം. ബട്ട് എന്നാലും ലെറ്റ്സ് ഗെറ്റ് ദ ഫക്ക് ഔട്ട് ഓഫ് ഹിയർ എന്ന് പറയുമ്പോഴത്തേക്കും ആ വാക്ക് ആ കാലഘട്ടത്തിൽ ഇല്ലല്ലോ എന്നുള്ള ഒരു കോൺഷ്യസ്നസ് കൊണ്ടായിരിക്കും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാട്. പക്ഷെ ഒരിക്കൽ പറഞ്ഞൊരു സംഭവമാണ് നമ്മളിത് ഫണ്ണാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഹോമറിന്റെ ഒഡീസി എന്ന് പറഞ്ഞൊരു എപ്പിക് എടുത്ത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് വർക്കാവുന്നില്ല. ഇത് പുള്ളിയുടെ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു പാരഡി, ഹോമറിന്റെ ഒഡീസിയുടെ ഒരു പാരഡി ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു സംഗതിയാണ്. ഡാഡ് വേഴ്സ് മൈ ഡാഡ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഡാഡ് അവൻ പണ്ടേ പോയി, ഞാൻ വേറെ കെട്ടാൻ പോകാന്നൊക്കെ അമ്മ പറയുമ്പോൾ ഓക്കെയാണ്. അത് ഞാൻ പറയുന്നത് അത് എന്താ പറയുക, നമ്മളിങ്ങനെ മൈൻഡിൽ സെറ്റിലാവാൻ കുറച്ച് സമയം എടുത്തു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ടോം ഹോളണ്ടിന്റെ ഫേസ് ഇത് സ്പൈഡർമാൻ അല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അപ്പോഴാണ് സ്പൈഡർമാൻ വന്നിട്ട് അമ്മയെ അച്ഛനെ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പീറ്റർ പാർക്കർ ഇവിടെ. അപ്പം നമുക്ക് ഈ ഗ്രീക്കിലാണ്, ഞാൻ ഗ്രീസിലാണെന്ന് സെറ്റിലാകാൻ കുറച്ച് സമയം എടുത്തു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈസിയാണ്. എനിക്ക് പടം ശരിക്കും ഓണാവുന്നത് ഈ പറയുന്ന ഒഡീസീസിനെ കാണുമ്പോൾ തൊട്ടാണ്. മറ്റേ ആ സീക്വൻസ് ഇല്ല, നമ്മുടെ അമ്പ്, ആ സാധനം ഭയങ്കര രസമായിരുന്നു. വില്ല് കുലയ്ക്കുന്നതല്ല, അതിനുമ്പ് ഈ ആനിമലിനെ ഒരു വാണിംഗ് കൊടുക്കുമല്ലോ, ആ സാധനം. അപ്പോൾ അത് വാണിംഗ് കൊടുക്കാനായിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പം മറ്റേ കണ്ണ് കാണാത്തൊരു പുള്ളിയല്ലേ കൂടെ ഉള്ള, അപ്പം പുള്ളി ഇങ്ങനെ ചോദിക്കത്തില്ല, യുദ്ധത്തിൽ നമ്മൾ അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ നിയമത്തിൽ അതില്ലെന്നോ എന്തോ ഒരു സംഭവം പറയാം. അപ്പം ഇത് യുദ്ധമല്ല, ഇതൊരു ഹണ്ടാണ്. ഹണ്ട് എന്ന് പറയുന്നത് ഫൈറ്റും ഹണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയും. പക്ഷേ എൻഡിങ്ങിൽ പുള്ളി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇത് കുലച്ച് കഴിഞ്ഞിട്ട് അവർക്കൊരു വാണിംഗ് കൊടുക്കും. അതായത് അവരെ ആനിമൽസ് ആയിട്ട് കണ്ടിട്ട് അവരെ ഹണ്ട് ചെയ്യാൻ പോകുന്നുള്ള ഇതുവരെ അവര് വാണിംഗ് കൊടുത്തിട്ടാണ് പുള്ളി. അത് ഭയങ്കര ഒരു കോൾ ബാക്ക് എന്ന് പറയത്തില്ലേ, അപ്പൊ ആ എലിമെന്റ് ഭയങ്കര രസമായിരുന്നു. അതിപ്പം അമ്പ് കൊലക്കുന്ന വില്ല് കൊലക്കുന്ന സീപതപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ഈ രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ സ്ഥിരം സ്വയംവരത്തിൽ കാണിക്കുന്ന പരിപാടിയാണല്ലോ. അപ്പം ഈ സ്വയം ഭരിക്കണോ ആദ്യം, അതെ അതും സ്വയംവരമാണ്. പെല്ലപ്പയുടെ സ്വയംവരത്തിലും വില്ല് വരയ്ക്കുന്ന, അതായത് ഇത് ഏതോ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ടൈറ്റിൽ ലോഗോയിൽ ഈ സാധനമുണ്ട്. ഇങ്ങനെ ഈ മഴയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ അമ്പ് പോയിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് ഇംഗ്ലീഷിൽ തന്നെ. ഞാൻ ഏത് പടം ഏത് കാലഘട്ടത്തില് ഈ വില്ല് വരച്ചാലേ ഒരു എപ്പിക് എഴുതാൻ പറ്റത്തുള്ളൂ. അതെ, അത് വേണം. കാര്യം ആ വില്ല് വേറെ ആർക്കും അതിന്റെ ചരട് ഇങ്ങനെ ഒന്ന് കൊളുത്താൻ തന്നെ പറ്റുന്നില്ല. അതെ നമ്മുടെ എന്തുവായിരുന്നു ഇത് നമ്മളിവിടെ മറ്റേ ഇത് എന്നാ വില്ല് ഒടിക്കുന്ന സാധനമുണ്ട്. പിന്നെ അതുപോലെ മറ്റേ മീനിന്റെ വെള്ളത്തിൽ നോക്കി മീനിന്റെ കണ്ണില് അമ്പ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതായത് മറ്റേ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇതല്ല
അതെ ശരി, ഇങ്ങനെ നോക്കിയിട്ട് റിഫ്ലക്ഷൻ നോക്കിയിട്ട് റിഫ്ലക്ഷൻ നോക്കി ഇങ്ങനെ. ആ ഓക്കെ. മറ്റേ വേറെ ഏതോ പടത്തില് മയിൽപീലി, അത് നമ്മുടെ സഞ്ജയ് ലീല ബൻസാലിയുടെ ഒരു പടത്തില് കറക്റ്റ് മയിൽപീലി മണ്ണിൽ എന്തോ കുഴിച്ചു വെക്കും, എന്നിട്ട് മയിൽപീലിയുടെ ഇത് നോക്കിയിട്ട് അതിന്റെ അടിയിൽ നിന്ന് ഓടിക്കണം അമ്പ് ചെയ്ത്. ഒരു കോർട്ട് ഹൗസിന്റെ ഇപ്പുറത്ത് നിന്ന് അമ്പ് ചെയ്ത് നമ്മുടെ രൺവീർ സിംഗ് ബാജിറാവ് മസ്താനിക്കകത്ത് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു സാധനം എനിക്ക് ഓർമ്മയുണ്ട്. ഈ അമ്പും വില്ലുമായിട്ടുള്ള ബന്ധം നമ്മളുടെ പൂർവ്വര് കുറച്ച് നാളായിട്ട് അധികം കഥകളിലുണ്ട്. അതെ, അത് പണ്ടത്തെ മെയിൻ വെപ്പണായതുകൊണ്ടായിരിക്കും. അത് വെച്ചിട്ട് എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ നീ അഭ്യാസിയാൽ ഞാൻ. പിന്നെ ബ്രേവ് എന്ന് പറഞ്ഞ പടത്തിൽ ഇതുപോലത്തെ എന്തൊരു പരിപാടി, അതും ഈ നോർഡിക് ഗ്രീക്ക് ആ ഏരിയ ആണല്ലോ. അപ്പോൾ അത് കണ്ടപ്പോഴും ഈ പറയുന്ന പോലെ ഭയങ്കര രസം തോന്നി. ഒരു എപ്പിക്സിനൊക്കെ ഒരു സാമ്യം ഉണ്ടല്ലോ, അത് കൊള്ളാമല്ലോ എന്ന് തോന്നി. ആ ക്ലൈമാക്സ് സീക്വൻസ് ഉണ്ടല്ലോ അതിൽ നടക്കുന്നത്, ആ സീക്വൻസ് ഞാൻ ഈ കഥ കേട്ട സമയം പോലെ എൻ്റെ മനസ്സിൽ അതൊരു ഭയങ്കര കിടിലൻ സീക്വൻസാണ്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ഇത് അങ്ങോട്ടാണോ പോകുന്നത് എന്നിങ്ങനെ തോന്നും. പക്ഷേ ഇവിടെ അത് ഞാൻ വിചാരിച്ച അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ടല്ല എനിക്ക് കിട്ടിയത്. ബട്ട് ഓക്കെയാണ്. ഓവർ എംഫസിസ് ഓൺ റിയലിസം എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം ആ ഒരു അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും നമുക്കൊരു ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന ലൈനിലാണ് അത് സ്ക്രീനിൽ പ്രസന്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നതിന് മറ്റൊരു പ്രസന്റേഷൻ, മറ്റൊരു വേർഷൻ അതായത് ഇപ്പോഴും സ്റ്റിൽ തിയേറ്ററിൽ ആ സീക്വൻസിൽ കയ്യടി വീണെങ്കിലും എനിക്കത് ഭയങ്കര അതിന്റെ ഇമ്പാക്ട് കുറച്ച് കുറവായിരുന്നു. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിനെല്ലാ എലമെന്റും ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ഇപ്പം ഈ വില്ലെടുക്കുന്നു, കൊലക്കുന്നു, അതിന്റെ മറ്റേ സൗണ്ട് മറ്റേ ഇത് വലിച്ചു വിടുമ്പോഴത്തേക്കും സൗണ്ട് ഉണ്ടാകുന്നു. അപ്പം മുതൽ തിയേറ്ററിൽ ഒരു കയ്യടി തുടങ്ങുന്നു. എന്നിട്ട് ഇത് മറ്റേ ആ മഴവിൻ്റെ ഇടയ്ക്കൂടെ ഇത് അമ്പ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത അമ്പ ഇത് യു ആർ ഒഡീസിയസ് എന്ന് പറയുന്നതിന് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് മറ്റേ കഴുത്തിൽ. അപ്പൊ അങ്ങനെ ആ സീൻ കണ്ടപ്പോൾ ഞാൻ ഇത് എങ്ങനെ ഇത് VFX അല്ലല്ലോ, ഇത് എന്താ ചെയ്തേക്കുന്ന ഈ പരിപാടി ഞാനിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര അതെങ്ങനെ അമ്പൊക്കെ പുള്ളി താഴോട്ട് എവിടുന്നു ഈ ലൈനിൽ ഇങ്ങനെയാ പെടുന്നു, പക്ഷെ കൊള്ളുന്നൊക്കെ കഴുത്തല്ല. പിന്നെ അതിങ്ങനെ വളഞ്ഞു വരുന്നു. പിന്നെ ഒരു സംഭവം എനിക്ക് ഫൈറ്റ് കണ്ടപ്പോൾ തോന്നുന്നത് ഈ IMAX ക്യാമറ വെച്ച് പുള്ളി ഇങ്ങനെ തിരിയുന്നതിന്റെ ബുദ്ധിമുട്ടായിരിക്കും. അതിനൊരു മൊത്തത്തിലൊരു സ്ലോ ആണത് പരിപാടി. അതുവരെയുള്ള പടത്തിൽ അങ്ങനെ ഒരു സീക്വൻസ് ഇല്ല. ഇല്ലെടുത്ത് ഇങ്ങനെ കൊളുത്തിയപ്പോൾ തന്നെ റോഡ് പാരിസ് മനസ്സിലായി പണി പാളി, ഓടിക്കും, ഓടി തള്ളിക്കോ സംഭവം. അതേ സമയത്ത് അതിനെ അതാ പറഞ്ഞ ആ സീക്വൻസിനെ ഭയങ്കര പരിപാടിയാക്കാനുള്ള എലമെന്റ് ഇവർ തന്നെ എല്ലാം പ്ലേസ് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിത് കാണുന്നതെല്ലാം കുറച്ച് ഈ റിയലിസത്തിന്റെ കൂടത്തിൽ പോയത് കൊണ്ടാണെന്ന് തോന്നുന്നത്. അതിന്റെ പിന്നെ എനിക്കൊരു വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ അവിടെ വന്നിട്ട് പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്നാലും അത് അത്ര എനിക്ക് അറിയില്ല എങ്ങനെയാണ് തോന്നുന്നു. പക്ഷെ പടം തീരാറായത് ഒരു കലാശക്കൊട്ട് പോലത്തെ. പിന്നെ ഈ പടത്തിന്റെ ഐഡിയയില് പുള്ളിക്ക് യുദ്ധം ഗ്ലോറിഫൈ ചെയ്യണ്ട എന്നൊരു ഐഡിയയിലാണല്ലോ ഉള്ളു നിർത്തുന്നത്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇത് അവസാനം ഇത് ഭയങ്കര മാസമായി പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനെ ഭയങ്കരമായിട്ട് ഇതൊരു പീക്ക് സെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സീൻ രസമായിരിക്കും. പക്ഷെ ഈ പടത്തിന്റെ തീമായിട്ട് അത് മാച്ച് ചെയ്യത്തില്ല. പിന്നെ എനിക്ക് വീണ്ടും ഗ്ലോറിഫിക്കേഷൻ അല്ലടോ ഇതൊന്ന് ചോദിക്കുക തോന്നിയ സംഭവം ഈ സ്യൂട്ടേഴ്സ് ഇല്ലേ, ഈ സ്യൂട്ടേഴ്സിന് ഒരു സിംഗുലർ ഐഡന്റിറ്റിയാണ്. നമുക്ക് മനസ്സിലായി. അവർക്കൊരു ക്യാരക്ടേഴ്സിനെ എല്ലാവരും സെപ്പറേറ്റ് റോബർട്ട് പാറ്റിൻസൺ അല്ലാതെ വേറൊരു ക്യാരക്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. പുള്ളി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പട്ടിയ ചവിട്ട് ഇടയ്ക്ക് പിന്നെ ഭക്ഷണം തിന്നുന്നു. ഇതല്ലാതെ ഈ സ്യൂട്ടേഴ്സിന് അവരുടെ ആ സ്യൂട്ടേഴ്സിന്റെ തിരിച്ചു വന്ന് എല്ലാവരും ഇറങ്ങി പോടാ ഞാൻ തിരിച്ചു വന്നു എന്ന് എന്റെ മനസ്സിൽ അങ്ങനെയാണ്. ഒഡീസീസ് തിരിച്ചു വരുന്നു, ഇനിയൊന്നും സ്യൂട്ടർ ഒന്നുമില്ല, കല്യാണം നടക്കുന്നില്ല, ഇറങ്ങി പോയി ഞാൻ തിരിച്ചു വന്നു. ഇതാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ ഇവരെ വന്ന് കൊല്ലേണ്ട ലെവലില്, കാരണം ഇവർ ചതി ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അത് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പൊ സ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു ഹോമോജനസ് ഐഡന്റിറ്റിയാണ്. അതിന്റെ ഒരു പ്രത്യേകിച്ചൊരു എനിക്ക് ഫീൽ ചെയ്തില്ല, ഇൻഡിവിജ്വാലിറ്റി ഇല്ല ക്യാരക്ടേഴ്സ്. അതുകൊണ്ടാണ് ഈ റോബർട്ട് പാറ്റിൻസന്റെ ക്യാരക്ടർ നമുക്ക് കാണുമ്പോൾ വളരെ ഒരു ജനറിക് വില്ലൻ അല്ലെങ്കിൽ ഒരു ആദ്യം പോലെ പുള്ളി എന്താണോ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ആ ക്യാരക്ടറിനെ. പിന്നെ ഈ ഡയലോഗ്സ് ഒക്കെ വളരെ മോഡേൺ ആയതുകൊണ്ട് തന്നെ എനിക്കെന്തോ അതും റോബർട്ട് പാറ്റിൻസനായിട്ട് തന്നെ പ്രസന്റ് ചെയ്തൊരു ഫീലാണ്. പിന്നെ മറ്റേ ഇതില്ലേ നമ്മുടെ ലാസ്റ്റ് പോകുമ്പോഴും ഈ പറയുന്ന പോലെ ഞാൻ എല്ലാവരും പിള്ളേരെ ഏൽപ്പിച്ചു, നീ രാജാവുന്നു, ഞങ്ങൾ വെസ്റ്റിലേക്ക് തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ് എന്നുള്ള ലൈനിൽ പറഞ്ഞ് നിർത്തുകയാണല്ലോ. അപ്പം അത് തീമാറ്റിക്കലി അങ്ങനെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ക്ലൈമാക്സ് മാസാക്കാതെ. ഓക്കെ, നമ്മളിത് തീർത്ഥാടനം ഇത് നമ്മൾ എല്ലാ പരിപാടികളും എൻഡ് കഴിഞ്ഞു. ഏതോ ഒരു വേർഷനിൽ ആക്ച്വലി ഈ സ്യൂട്ടേഴ്സിന്റെ കുടുംബങ്ങൾ പ്രതികാരം വീട്ടാൻ വേണ്ടി തിരിച്ചു വരുന്നുണ്ട്. പാർട്ട് 2 അത് പക്ഷെ എന്ത് ഫാൻ ഫിക്ഷൻ ആണെന്ന് തോന്നുന്നത്. അതായത് ഈ ഇത് വായിച്ചിട്ട് ഇത് ഹൈ ആയി അതെന്നെ പരിപാടി. അത് ഷൂട്ടേഴ്സിന്റെ യുദ്ധം വേണം, യുദ്ധത്തിനുള്ള പരിപാടി എന്ന് പറയുന്ന വേർഷൻസ് ഒക്കെ ഉണ്ട്.
പിന്നെ എൻജോയ് ചെയ്തൊരു ഭയങ്കരമായിട്ട് എൻ്റെ ഫേവറേറ്റ് പെർഫോമൻസ് പെനലപ്പി ആയിട്ട് അഭിനയിച്ച ആൻ ഹാത്വേയുടെ പെർഫോമൻസ് ആണ്. പുള്ളിക്കാരത്തിക്ക് വളരെ കുറച്ച് സീനുള്ളൂ, പക്ഷേ പുള്ളിക്കാരത്തിന് ഇമോഷൻ കൃത്യമായിട്ട് വളരെ കുറുക്കി കൊള്ളുന്ന പോലെ, അത് റൈറ്റിങ്ങിൻ്റെയും ഒരു ഇതാവാം. ഇതാണ് ഇതാണ് എൻ്റെ ഇത്. അപ്പം പുള്ളിക്കാരത്തിൻ്റെ എല്ലാ ഇമോഷൻസും, അപ്പോൾ ഇത്രയും നാളെ പുള്ളിക്കാരനെ കാത്തിരിക്കുന്നു. ഞാൻ 20 വർഷമായിട്ട് ഇരുന്നിട്ട് പോലും കിങ്ങിന് കൊടുക്കുന്ന റെസ്പെക്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും പറയുന്ന ത്രോൺ കാലിയാണ്, പക്ഷെ ഞാൻ ഡെയിലി അവിടെ പോയിരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു ഫീമെയിൽ ആയതുകൊണ്ട് മൈൻഡ് ചെയ്യുന്നില്ല. നീ ഒരു കുട്ടിയാണ് കുട്ടി, ആ സാധനം മുഖത്ത് നോക്കിട്ട് കുട്ടിയാണ് പറയുന്നത് പറയുമ്പോഴത്തേക്ക്. അതെ. അപ്പൊ ആ ഒരു ആംഗ്വിഷൊക്കെ ഇല്ലേ, അത് പുള്ളിക്കാരത്തേക്ക് വളരെ കുറച്ച് സീന് അങ്ങനെ. പുള്ളിക്കാരത്തി വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ക്ലിയർ ആയതുകൊണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സീനുകളിൽ നമ്മുടെ മാറ്റ് ഡേമൺ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന മറ്റൊരു അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് പടമായ ആ പുള്ളിക്കാരനും ഇത് ഒഡീസിയസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നൊരു കാസ്റ്റിംഗ് ആയിരുന്നു മാറ്റ് ഡേമണ്ട്. ഏജ് വൈസ് ആണെങ്കിലും ഇനി ഫൈറ്റൊക്കെ ചെയ്യണമല്ലോ. പുള്ളിക്കാരത്തിന് ഒരു ആക്ഷൻ സ്റ്റാറായിട്ട് കണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ട്രോയില് ഒഡീസസ് ആയിട്ട് ചെയ്ത ഷോൺ പെൻ ആയിരുന്നു നമ്മുടെ ലോർഡ് സ്റ്റാർക്ക്, നെഡ് സ്റ്റാർക്ക് ആയിരുന്നു ആ റോൾ ചെയ്തിരുന്നത്. പിന്നെ പടത്തിന്റെ മ്യൂസിക് ലുഡ്വിഗ് ഗൊറേഴ്സൺ, അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ അതില് മറ്റേ 35 ബ്രോൺസ് ഗോങ്സ് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അതിങ്ങനെ ഇന്റർവ്യൂല് രംഗന്റെ ഇന്റർവ്യൂല് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് പുള്ളി പറയുന്നില്ല. ഞാൻ ആ ഇന്റർവ്യൂ അത് കണ്ടാൽ പറയുന്നുണ്ട് പുള്ളി എന്തോ കുറെ മെറ്റലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത് സൗണ്ട് ഉണ്ടാക്കാൻ. വേറെ ഏതോ ഒരു ഇന്റർവ്യൂക്കകത്താണ് ഞാൻ കണ്ടത്. 35 വേറെ ആക്ടർ എന്തോ പറഞ്ഞു 35 ഇതുപോലെ ആ കാലഘട്ടത്തിന്റെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട്, അത് എസ്പെഷ്യലി മറ്റേ ഈ ക്ലൈമാക്സിൽ ഈ ഫൈറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് അത് റേസ് ആയി പോകത്തില്ല. ഇത് പുള്ളിയുടെ നോളന്റെ മിക്ക പടത്തിലും ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഇങ്ങനെ പയ്യെ പോകും, ഡ്രം ബേസ്ഡ് അതിങ്ങനെ പൊക്കോണ്ടിരിക്കും. അത് ഇങ്ങനെ കൂടുന്ന പടത്തിന്റെ ഇന്റൻസിറ്റി ഇങ്ങനെ കൂട്ടാൻ ആ മ്യൂസിക് ഭയങ്കര ഡെൽപ്പ്. എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഈവൻ കോൺവെർസേഷൻ സീനുകളിൽ പോലും ഇതൊരു താഴെ ഇങ്ങനെ വളരെ സൈലൻ്റായിട്ട് കിടപ്പുണ്ടാവും. ആ കോൺവെർസേഷൻ പോയി പീക്കാവുന്ന മൊമെന്റിലേക്ക് ഇത് പയ്യെ കയറി അടുത്ത സീനിലേക്ക് ട്രാൻസിഷൻ പോയി ആ സീനിനെയും കൂടെ കണക്ട് ചെയ്തായിരിക്കും സംഭവം. പുള്ളി മ്യൂസിക് കഴിച്ചിട്ട് അത് വെച്ചാൽ സീൻ എടുക്കുന്നത്. ഞാനിത് നമ്മള് ഈ ചെറിയ പരിപാടികൾ ചെയ്യാൻ വേണ്ടി പല മ്യൂസിക് ചെയ്യുന്ന പിള്ളേരോടും ഇത് പറയുമ്പം ആദ്യം മ്യൂസിക് ചെയ്തിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര അത് ഗ്രാസ്പ് ചെയ്യാൻ ഭയങ്കര പാടാം. അതായത് എന്തായിരിക്കും എന്റെ അടുത്ത് വെച്ച് ഞാൻ മ്യൂസിക് ചെയ്യും, എനിക്ക് സീൻ കണ്ടാൽ എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അതായത് നോളന്റെ പഴയ ഇന്റർവ്യൂ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, അതായത് നമ്മൾ ബാറ്റ്മാനൊക്കെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സീനിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലേ, അത് നമ്മൾ കാണുമ്പോഴത്തേക്കും ഇതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല സീൻ കട്ട് ചെയ്തിട്ട് മ്യൂസിക് ഇട്ടതാണ്. ഇത് മ്യൂസിക് വെച്ചിട്ട് ഇത് കാരണം അങ്ങനെ താളം, ആ മ്യൂസിക്കിൻ്റെ താളത്തിലാണ് സീൻ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മ്യൂസിക് ആദ്യം കിട്ടിയാൽ എനിക്ക് സീൻ വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ വിനീത് ശ്രീനിവാസനൊക്കെ ഏതെങ്കിലും ഒരു സീനിൻ്റെ മൂഡ് അനുസരിച്ച് ആ ചെവിയിൽ അത് കേട്ടോണ്ട് ആ സീൻ പ്ലാൻ ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അത് ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു പരിപാടി. നോളെ സംബന്ധിച്ച് പുള്ളിക്ക് പറ്റുന്നുണ്ട് ആക്ച്വൽ സീനിന്റെ മ്യൂസിക് നേരത്തെ അത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബിൽ ഒരു പുള്ളിയുണ്ടോ ഈ ഹിസ്റ്റോറിയനാണ്, അപ്പം പുള്ളി ബാർഡ്സ് എന്ന് പറയത്തില്ല ഇവര് ആ കാലഘട്ടത്തിലെ ഈ ഇതൊക്കെ നമ്മുടെ ഇവിടെ നാരദനൊക്കെ ചെയ്ത പരിപാടി, ഈ കഥകൾ പാടി നടക്കുന്ന പരിപാടി. അപ്പം ബാർഡ്സ് ആ ഒരു കാറ്റഗറി വരുന്നതാണ്. ഇവര് മറ്റേ തുടക്കം ഒരു റാപ്പറെ കൊണ്ടുവന്നിങ്ങനെ കൊട്ടിപ്പാടി, ട്രാവിസ് സ്കോട്ട് വന്നിങ്ങനെ കൊട്ടിപ്പാടത്തില്ല. പക്ഷെ എന്തിനാ പുള്ളിയെ കാസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം കൊട്ടിയിട്ട് 2 വാക്കാ പറയുന്നത്. ഈ ബാർഡ്സ് പാടിയത് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ടൊരു ഹിസ്റ്റോറിയൻ്റെ ഒരു വേർഷൻ ഉണ്ട്. പണ്ട് ഈ ഹാർപ്പ് പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ട് ഗ്രീസിൽ. അപ്പം അതൊന്നും ഈ പടത്തിലില്ല. ഈ പടത്തിൽ ഭയങ്കര ബേസ് ലൈൻ സാധാരണക്കാരാണ് എന്നുള്ള ലൈനിലാണ് നോളൻ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ അതല്ല, കുറെ കൂടെ ലൈവ്ലിയർ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അന്ന്. അപ്പം അന്ന് ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കുമോ ഒരു ബാർഡ് പാടിയിരുന്നെന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. പുള്ളി അത് പാടുന്നുണ്ട് ആ ഗ്രീസ് ലാംഗ്വേജിൽ തന്നെ. അപ്പം നമുക്ക് ആ ലാംഗ്വേജ് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല, താഴെ ഇങ്ങനെ സബ്ടൈറ്റിൽസ് എഴുതി തരും. പക്ഷെ അത് രസമുണ്ട്. ഈ പടത്തിൻ്റെ മൂന്നൊന്നും ചേർത്തില്ല, പക്ഷേ അങ്ങനെ വേറെ ഇൻസ്ട്രുമെൻ്റൊക്കെ വെച്ചിട്ട് ഈ പാട്ടുകളും പാടുന്ന ഹോവറിൻ്റെ ഇതിനകത്തുള്ള വേർഷൻ പുള്ളി പാടിയതുണ്ട്. അപ്പം അത് കേൾക്കുമ്പോഴത്തേക്കും ചേട്ടാ ഇപ്പം ഈ ബ്രോൺസ് ഏജ് ഗോങ്സ് അല്ലാതെയും സംഗീതം ഉണ്ടാക്കിയിരുന്നല്ലോ എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ അത് അതിൻ്റെ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തപ്പിയെടുത്തിട്ട് താഴെ ഇടാം. അത് കേട്ടു ഭയങ്കര രസമുള്ള പരിപാടി. അത് മ്യൂസിക് അതർവൈസ് ത്രൂ ഔട്ട് ഭയങ്കര എൻഗേജിങ്, ഈ പടത്തിന് പറ്റുന്ന രീതിയിലുള്ള പരിപാടിയാണ് ചെയ്തേക്കുന്നത്. പിന്നെന്താ ഉള്ളത് ടെക്നിക്കലി എഡിറ്റിങ്ങും ഈ പറയുന്ന പോലെ ഭയങ്കര ഫ്ലോ ആയിരുന്നു പടത്തിന്. എനിക്ക്
ഈ കുറച്ച് അൺഇൻട്രസ്റ്റിംഗ് സീനുണ്ട്, അതിങ്ങനെ കട്ട് ചെയ്ത് കളയത്തക്ക അങ്ങനെ പറ്റുന്ന ഒരു സാധനമല്ല. അത് റൈറ്റിങ്ങില് അത് വന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആവാതെ പോയതാണ്. ഈ പറയുന്ന പോലെ ടെലിമാക്കസ് ആ പുള്ളി അന്വേഷിച്ച് പോകുന്നതും കാണുന്ന ക്യാരക്ടേഴ്സ്, ആ സീന് അച്ഛനെ കുറിച്ച് അവിടെ പറയുന്നത് പലരാണല്ലോ ഈ ഒഡീസിയസിന്റെ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോയിസ് ഓവർ വരേഷൻ ഉണ്ടല്ലോ ഇങ്ങനെ ത്രൂ ഔട്ട്. അത് ഇനിഷ്യലി ഇവർ ഓരോരുത്തർ പറയുന്ന അനുസരിച്ചുള്ള ചെറിയ വിഷയം വരും, പിന്നീട് ഒഡീസിയസ് തന്നെ പറയുന്നുണ്ട്, പുള്ളി തന്നെ പറയുന്നുണ്ട്. ആ സാധനവും ആക്ച്വലി നോളന്റെ വേർഷൻ ആണെന്നാ പറയുന്നത്. അത് മറ്റേ ആ ലോട്ടസ് ഫ്ലവർ കഴിച്ചിട്ട് പുള്ളിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെയല്ല കഥയിൽ ഇത് നോളന്റെ. അപ്പൊ അങ്ങനെ അത് ചുരുക്കിയത് രസമാണ് ഈ പടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഇനിഷ്യലി ഭയങ്കര ഒരുപാട് പേർക്ക് ഫസ്റ്റ് ഹാഫ് ആണ് വർക്കാവുക, സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് വർക്കായെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഹാഫ് നിങ്ങളുടെ തിയേറ്ററിൽ കറക്റ്റ് ഇന്റർവെല്ലാണ് ഇന്റർവെൽ ഇട്ടെ, അത് കഴിഞ്ഞ ഇന്റർവെൽ കറക്റ്റ് ഇന്റർവെൽ ഒരു സാധനം ഉണ്ട് ഞാൻ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ കണ്ട തിയേറ്ററിൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്റർവെൽ ഇട്ട്, എന്റെ 1.5 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്റർവെൽ ഇട്ട് കഴിഞ്ഞ് പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു കട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ സാധനം ഇല്ല ഉണ്ടായിരുന്നു നമുക്ക്. എനിക്ക് അങ്ങനെ സാധനം വന്നില്ല. അതായത് 1:25 1:30 ഇടയ്ക്കാണ്, 1:10 ഷോ, പിന്നെ കുറെ പരസ്യം ഉണ്ടല്ലോ. അപ്പോൾ 1:30 മുമ്പെങ്ങാണ്ട് പടം തുടങ്ങിയിട്ട് എനിക്കൊന്ന് 3:05 ഈ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. അത് ഏത് പോയിന്റാന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇന്റർവ്യൂലൊന്നും എഴുതി കാണിച്ചില്ല. നമുക്കുണ്ടായിരുന്നു. അത് നമ്മൾ പടം ഓൾറെഡി ഇവർ ജസ്റ്റ് പോസ് ചെയ്ത് നോക്കുക. ഏത് സീനാണെന്നറിയോ? ഈ ട്രോയിൽ ഇവർ ചെന്നിട്ട് ആ ഇതിനകത്ത് ഇറങ്ങിയിട്ട് ഇവര് ആ ഗേറ്റ് തുറക്കാൻ പോകുമല്ലോ, ആ തുറക്കാൻ ഓടുന്ന സമയത്ത് പോസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് ഇന്റർവെല്ലിൽ പോയി പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്റർവെൽ എന്ന് പറഞ്ഞു വരുന്നത് ഈവൻ നമ്മുടെ റോബർട്ട് പാറ്റിൻസൺ ഇവരുടെ പുള്ളിക്കാരുടെ അടുത്ത് ചെന്നിട്ട് മറ്റേ ഇത് നെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് പോയി അവർ പറയുമല്ലോ ഇത്, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പുള്ളി പുറത്തിറങ്ങി വരുന്ന ആ സീനിലാണ് ഇന്റർവെൽ വന്നത്. എനിക്ക് ചിലപ്പോൾ അവിടെ ആയിരിക്കും. കാരണം അത് എങ്ങനെ അയ്യോ കട്ട് ചെയ്തല്ലോ എന്ന് തോന്നാത്തൊരു പോയിന്റില്ല. ആ സീൻ ഭയങ്കര രസമുണ്ടായിരുന്നു, ഈ പറഞ്ഞ സീൻ. അതിനകത്ത് ഈ പറയുന്ന പോലെ ആക്ച്വലി ഹോമറിന്റെ ഒഡീസിക്കകത്തുള്ള കുറെ എലമെന്റ്സ് അതിനകത്ത് അങ്ങ് പറഞ്ഞ് ഇവർ തമ്മിലുള്ള ഡയലോഗ് സീനിൽ ഇങ്ങനെ മറ്റേ ഇവര് തുന്നിയിട്ട് തിരിച്ചത് അഴിച്ച് വീണ്ടും തുന്നും. ഇവര് പറയുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ തീരുമാനിക്കാന്നാണ് ഇവരെന്ന് പറയുന്നത് ശരിക്കും. അപ്പൊ അതിന് ഇവിടെ കഥയിൽ അത് പറയുന്നില്ലെങ്കിൽ ഇവിടെ അതിനെ പ്രസന്റ് പറയുന്നുണ്ട്. ഉണ്ടോ? തുടക്കത്തിൽ പറയുന്നുണ്ടോ? അല്ല, തുടക്കത്തിലല്ല. മറ്റേ ടോം ഹോളണ്ട് ഇൻഫർമേഷൻ പാസ് ചെയ്തത്. അതായത് ഇതെന്തിനാ ചെയ്തോണ്ടിരിക്കുന്നത്, ഇത് തീർന്ന ഉടനെ ഹസ്ബൻഡിനെ തീരുമാനിക്കുന്ന എന്തിനാ, അങ്ങനെ എന്തോ അപ്പൊ അങ്ങനെ എന്തോ ഒരു എലമെന്റ് വെച്ചിട്ടാണ് അത് പറയുന്നത്. പക്ഷെ ഇങ്ങനെ അവിടെ നിന്ന് ഇൻഫർമേഷൻ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ സീനിലാണ് ഈ സാധനം ഇവര് തുന്നുന്നു, എന്നിട്ട് ഇവര് ഡെയിലി ഇത് വീണ്ടും അഴിക്കുന്നു, അടുത്ത ദിവസം വീണ്ടും തുന്നുന്നു. അപ്പൊ ഇത് തീരുന്നില്ല. ചെറിയ റോളുണ്ട്, ക്യാമിയലുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തെ കാണുമ്പോൾ വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ ഭയങ്കര ഫേസ് ആണല്ലോ പുള്ളിക്കാരത്തി, ഭയങ്കര നോട്ടീസബിൾ ആയിട്ട് കാണുമ്പോൾ എനിക്ക് മറ്റേ പടത്തിന് ഓർമ്മ വരും. മറ്റേ എക്സ് പേള് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, മാക്സി എന്ന് പറഞ്ഞൊരു 3 ട്രിലോജി ഉണ്ടായിരുന്നല്ലോ. മൂന്നാമത്തെ ഇറങ്ങിയോ? ഇല്ലല്ലോ, മാക്സി. ഇനിഷ്യലി എനിക്ക് എന്റെ തിയേറ്ററിൽ ഇഷ്യൂ ഇല്ലായിരുന്നു. ഈ തുടക്കം സംസാരം കേൾക്കാൻ ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക്. ഇല്ല, അത് കുറച്ചധികം പേര് പറഞ്ഞു കേട്ടായിരുന്നു. അതായത് പുള്ളിയുടെ പടങ്ങളിൽ സ്ഥിരം ഉള്ളതാണ് ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഡയലോഗിന് മേലെ നിൽക്കുക. എനിക്ക് കപ്പലിലെ കുറെ സീനുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കപ്പലിൽ ആക്ച്വലി നമുക്കൊന്നും കേൾക്കത്തില്ലല്ലോ, ആ ലൈനിൽ അങ്ങനെ ചിന്തിച്ചു വിട്ടു സിനിമ. അതായത് അവര് പറയുന്നത് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, മഴ ഇടിയിടയ്ക്ക് എന്ത് കേൾക്കാനാ, അത് ആ റിയലിസം ആയിരിക്കും. കാരണം ഒരുപാട് പേരുടെ തിയറിയാണ് ക്രിസ്റ്റഫർ നോളൻ ആക്ച്വലി കേൾവിക്ക് ചില ഫ്രീക്വൻസീസ് കേൾക്കത്തില്ല. അപ്പൊ പുള്ളി മിസ് ചെയ്യുമ്പോഴത്തേക്കും അത് കണ്ടിന്യൂസ്ലി ഒരു 5-6 പടത്തിന് പറയുന്ന ഒരു കംപ്ലൈന്റ് അത്. പക്ഷെ ഞാനത് ശ്രദ്ധിക്കത്തക്ക ഇതുവരെ എന്റെ കൺമുമ്പിൽ എത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് അവിടെ ഇവിടെ എനിക്കും പുള്ളിയെ പോലെ എനിക്ക് പലതും കേൾക്കത്തില്ല. എനിക്ക് ബേസിക്കലി പടം കണ്ടോണ്ട് എനിക്ക് എപ്പോഴും ഈ സൗണ്ട് എന്ന് പറയുന്നില്ലേ, എനിക്ക് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എനിക്കിങ്ങനെ നമ്മൾ ഇരുന്ന് പെട്ടെന്ന് അതിങ്ങനെ സൗണ്ടിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് വിഷ്വലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം. എനിക്ക് സൗണ്ട് ഇല്ലേലും തിയേറ്ററിൽ ഒരു പടം കണ്ട സമയത്ത് തിയേറ്ററിൽ സ്പീക്കർ കേടായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് എന്തുകൊണ്ട് ട്രാക്ക് താഴെ പോയി, പാട്ടൊക്കെ പ്ലേ ആകുമ്പോൾ വോക്കൽ മേളിൽ നിൽക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ അടിയൊക്കെ അവിടെ ഇവിടെ കേൾക്കാം. സ്റ്റിൽ നോ പ്രോബ്ലം, ആരോടും കംപ്ലൈൻറ്റ് ഇല്ല, ആരോടും പരാതിയില്ല. സിനിമ കണ്ടു. ഞാനിങ്ങനെ പടം തുടങ്ങുമ്പോൾ തന്നെ ഈ ഏരിയയിലെ സ്പീക്കറിലല്ലോ ആ ഏരിയയിലെ സ്പീക്കറിലല്ലോ ഇത് മറ്റേ വോക്കൽ ഇങ്ങനെ ഇത് വരും. ഞാൻ കറുപ്പ് ഇനിഷ്യലി കണ്ടപ്പം ഞാൻ പറഞ്ഞില്ല ഇതെന്താ ഓഡിയോയുടെ കുറെ ചാനൽസ് ഇല്ലായിരുന്നു. പിന്നെ അവര് തന്നെ മറ്റേത് കറക്റ്റ് ചെയ്ത് പുതിയ അതിങ്ങനെ അത് പെട്ടെന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് കുറച്ച് ലൗഡാണ്. പക്ഷേ ഞാൻ അവിടെ ആയിരുന്നല്ലോ, ഞാൻ കുറച്ച് നാൾ ഗ്രീസിലായിരുന്നു ഒരു 2 മണിക്കൂർ. അപ്പം അതുകൊണ്ട് എനിക്കൊരു വിഷയമില്ലായിരുന്നു. കുഴപ്പമില്ല, എന്തെങ്കിലും ആട്ടെ. ഞാൻ കപ്പലിൽ പോയി എന്തൊക്കെ പരിപാടി ചെയ്ത് അതിനകത്ത്
പിന്നെ മറ്റേ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്, നോളൻ ട്രോയ് ചെയ്യാൻ കുറച്ചു കാലം അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പം അന്ന് പുള്ളിയുടെ മനസ്സിൽ വന്ന വിഷ്വലാണ് മറ്റേ ആ ട്രോജൻ ഹോഴ്സ് കടലിൽ അതായത് നമ്മൾ കണ്ടുള്ള വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ട് സാധനം വെച്ചേക്കാം. ഞാൻ എപ്പോഴും ഇവര് രാവിലെ ഉണർന്ന് ഇങ്ങനെ കണ്ണു നോക്കുമ്പോൾ എങ്കിൽ ഇതിന്റെ അടുത്ത് അകത്തോട്ട് വെക്കാം. അപ്പം നമ്മളതിന്റെ ലോജിക്ക് കുറച്ച് പ്രശ്നമുള്ള. അപ്പം പുള്ളി നോക്കുമ്പോഴത്തേക്കും കടലിലൊരു ഇത് കിടക്കുന്നു, അവർ കുത്തി നോക്കുന്നു. അപ്പം ഒരേ അധീനയ്ക്കുള്ള ഒരു ഗിഫ്റ്റാണെന്ന് പറയുമ്പോൾ ആ ഒരേ ദൈവമാണ്, അതുകൊണ്ട് നമ്മളത് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ വലിച്ച് അങ്ങോട്ട് പോകുന്നു. അപ്പം അവിടെ എത്തുമ്പോഴത്തേക്കും അമ്മമാരുടെ ഗിഫ്റ്റ് ആണെങ്കിൽ ഇതിനെ കത്തിക്കണം എന്ന് കുറെ ലോജിക്ക് സെറ്റ് ചെയ്ത് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ വിശ്വസിച്ചോളാം. ആ സംഭവം കൊള്ളായിരുന്നു. അതിപ്പം മറ്റേ ഒറിജിനൽ ഹോമറിന്റെ വേർഷനിൽ ഉണ്ടായിരുന്നതാണോ ഇത്രയും ഡീറ്റെയിൽസ് എന്നറിയില്ല. പക്ഷെ അവൻ്റെ ആ കുത്തി നോക്കുന്നത് ഇതിന് മുമ്പത്തെ കഥയിൽ ഞാൻ കണ്ടായിട്ട് ഓർക്കുന്നില്ല. സ്പിയർ കൊണ്ട് കുത്തുന്നു എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഹോമറിന്റെ വേർഷനിൽ. അപ്പം അങ്ങനൊരു വേർഷൻ ഉണ്ടെന്ന് കേട്ടു. ഇതിനകത്ത് കത്തി വെച്ച് കുത്തിയിട്ട് അതിന് അവന്മാരും മണ്ടന്മാരൊന്നുമല്ലോ. അപ്പോൾ നേരെ അകത്തോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ആ സാധനം ആ സീക്വൻസ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും പറയാൻ പോകുന്ന ഈ പറയുന്ന സെർച്ച് ചെയ്ത വേർഷനായിരിക്കും. പക്ഷെ അതല്ലാതെയും കുറച്ചധികം സീൻസ് രസകരമായിട്ടുള്ള ഇപ്പോൾ ഈ സാധനമാണെങ്കിലും മറ്റേ സൈറൻസിൻ്റെ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവനെ കെട്ടിയിട്ട് ഇവൻ കിടന്ന് കരയുന്നതും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, എന്താണ് അവൻ കേട്ടത്. അതായത് നമ്മുടെ ഇതുവരെയുള്ള പ്രോമിസസും നമ്മൾ അത് പറയുമ്പോഴത്തേക്കുള്ള വേദന, അതും ഗിൽറ്റും വേദനയും ആണ്. അപ്പം പക്ഷെ അത് രസമുണ്ട്. ഇപ്പോൾ ഈ യൂണിവേഴ്സിനകത്ത് ഓക്കെ ആണത് രസമുണ്ടായിരുന്നു. അവിടെയാണ് മാറ്റ് ഡേമൻ കുറച്ച് അഭിനയിക്കുന്നത്. അല്ലാത്ത സീനുകളിൽ പുള്ളി ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നുള്ള സൈക്ലോപ്സിനെ കാണുമ്പോഴത്തേക്ക് ഇതെന്താ സാധനം, ഇത് ഇത്രയും വലിപ്പമുണ്ടോ, കുഴപ്പമില്ല, ഇത് ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ള. പിന്നെ ഒരു മറ്റേ ഒരു തിയറി കേട്ടത്, അതായത് പുള്ളിക്ക് ഓഡിയസിയോട് ഇപ്പൊ രാജമൗലിക്ക് രാമായണം അല്ലേ ഏതായിരുന്നു പുള്ളിക്ക് രാമായണം മഹാഭാരതം. അതെ പുള്ളിയുടെ ഇതുവരെ ചെയ്ത എല്ലാ സിനിമയ്ക്കകത്തും അതിന്റെ ഒരു എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതായത് ബാഹുബലി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ ഒരു വേർഷനാണ് എന്നൊക്കെ പറയാറില്ല. എന്ന് പറയുന്ന പോലെ നോളൻ്റെ ഒരു തിയറാണ് ഈ ഒഡീസിയസ് പുള്ളി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. മറ്റേ ഇൻസെപ്ഷൻ്റെ അകത്ത് ഇതുപോലൊരു കടൽ തീരത്ത് നിന്ന് അടിയുന്നു, പുള്ളിയുടെ വൈഫ് ഇതുപോലൊരു വേൾഡിൽ പുള്ളിയെ ക്യാപ്റ്റീവായിട്ട് വെക്കുന്നു, മറ്റേ കലപ്സോയുടെ കഥ പോലെ. അതുപോലെ തന്നെ ബാറ്റ്മാൻ ഇതുപോലെ ഒരു വെല്ലിയിൽ നിന്ന് എഴുന്നേറ്റ് തിരിച്ച് സിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറേ പേര് അത് ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കുന്നു. ആ ഒരു സംഭവങ്ങളൊക്കെ ത്രൂ ഔട്ട് എല്ലാ പടവും എടുത്താലും ഇതിന്റെ എലമെന്റ്സും പുള്ളി ഇങ്ങനെ, അതായത് ഒരു ഐഡന്റിറ്റി എടുക്കില്ല. ഞാൻ ഈ പടത്തിന് വേണ്ടി എഴുതിയ കുറച്ച് സാധനമുണ്ട്, അത് ഞാൻ അതിന്റെ ഐഡിയ മാത്രം എടുത്ത് വെച്ച് ആദ്യം പ്ലേസ് ചെയ്യാം. അത് മറ്റേ ബാറ്റ്മാനകത്തും പറയുന്നുണ്ട്, എന്റെ ആക്ച്വൽ ഐഡന്റിറ്റി ബാറ്റ്മാൻ ആണ്, ഞാൻ അണിയുന്ന വേഷമാണ് ബ്രൂസ് വെയ്ൻ എന്ന് പറയുന്ന. അങ്ങനത്തെ കുറച്ച് ഈ ഐഡിയാസിന്റെ ബേസ് എല്ലാം ഹോമറിൽ നിന്നാണ്. പുള്ളിക്ക് വർഷങ്ങളായിട്ട് ഇതിന്റെ വേർഷൻ ചെയ്യേണ്ടി വരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ തിയറി ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നും. രസകരമായൊരു ഒബ്സർവേഷനാണ് ആരുടെയോ. അപ്പം ഞാൻ മറന്നൊരു സാധനം, ഇത് ത്രൂ ഔട്ട് ഇപ്പം പറയത്തില്ല, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ബാക്ക് ടു ഹോം. ആ ഒരു എലമെൻറ്റ് കേട്ടായിട്ട് ഓർക്കുന്നുണ്ട്. അത് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ട, അത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല എന്നുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പം ഞാനത് അറിയാൻ വേണ്ടി അവസാനം വരെ ഇരുന്നു. അത് ഈ സംഭവം തോന്നി, ഈ ഗിൽറ്റ് കാരണം തിരിച്ച് അതിനൊരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെ ഒരു സൈഡ് സ്റ്റോറി ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സാധനമാണ് അങ്ങനെ ഒരു സാധനമുണ്ട്, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ടെന്നുള്ളു. ഒരു എലമെന്റ് ഞാൻ ആലോചിച്ചത് ഈ പറയുന്ന പോലെ ഞാൻ തിരിച്ച് വീട്ടിലെത്തുവാണെങ്കിൽ എൻ്റെ കൂടെയുള്ള ആരും കാണത്തില്ല. ചിലപ്പോൾ അതുകൊണ്ട് ഈ ക്യാരക്ടറിന് ആക്ച്വലി അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് കാണിക്കുന്നത്. അതൊരു റീസൺ ആയിരിക്കാം. പക്ഷെ അത് ഇവന് തിരിച്ച് വീട്ടിൽ പോകണ്ട, അതെന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ട്രോയ് യുദ്ധത്തിന്റെ ആ ഗിൽറ്റ് തൊട്ടാന്ന് തോന്നുന്നു, അവിടെ തൊട്ട് പുള്ളിക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നത് അത് പറയുന്നത് ഈ കാലിപ്സോട് അടുത്താണോ? കാരണം കാലിപ്സോട് അടുത്ത് എത്തുമ്പോഴത്തേക്കും പുള്ളിക്ക് ഇത് മൊത്തം അറിയാമല്ലോ, പുള്ളിയുടെ കൂടെയുള്ള എല്ലാവരും മരിച്ചു. ത്രൂ ഔട്ട് പുള്ളിയുടെ ഇന്നർ മോണോലോഗിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്തുകൊണ്ട് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ട എന്ന് പുള്ളി ആലോചിക്കുന്നുണ്ട്. അതേപോലെ ഒരു സംഭവമാണ് ഈ സീയിൽ നിന്ന് വരുന്ന പീപ്പിൾ അങ്ങനെ അവരെ ഒന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് ത്രൂ ഔട്ട് ഒരു ഇതുണ്ടല്ലോ. എന്നിട്ട് ലാസ്റ്റ് പറയത്തില്ല താങ്കളാണോ സീയിൽ നിന്ന് വരുന്നത് ചോദിച്ചാൽ അതേന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു ആ സ്റ്റോറി ലൈനും എനിക്ക് കൃത്യമായിട്ടൊന്നും ലാൻഡ് ആയില്ല. എനിക്ക് സെക്കൻഡ് വ്യൂയിങ്ങിൽ ചിലപ്പം അതിൻ്റെയൊക്കെ എന്താണ് അതിൻ്റെ പരിപാടി, എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുമായിരിക്കും. ഒരു ഫസ്റ്റ് വ്യൂയിങ്ങിൽ ഇങ്ങനെ കുറച്ച് സൈഡ് സ്റ്റോറി ലൈൻസ് ഇങ്ങനെ അവിടെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് എവിടെയാണ് തിരിച്ച് ഇത് കംപ്ലീറ്റ് ആവുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരുന്നു. പെട്ടത് അത്രയൊക്കെ തന്നെ. പിന്നെ ഇതിൻ്റെ നമ്മൾ കുറച്ചധികം സാധനങ്ങൾ ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ഈ ലാംഗ്വേജ് നമ്മുടെ പ്രിയദർശൻ സാറിൻ്റെ ഭയത്തണ്ട് പോലത്തെ ഡയലോഗിനെയൊക്കെ എടുത്ത് ട്രോൾ ചെയ്താണ്. പക്ഷേ ഇന്ത്യയിൽ നോളനൊരു പാസ് കൊടുക്കുന്ന പോലെ പുള്ളി ഡയലോഗ് മാറ്റി എനിക്കിങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളത് ഓക്കെ അങ്ങനെ ചെയ്താൽ മതി, ഞങ്ങളത് അംഗീകരിച്ചോളാം എന്ന് പറയുന്നുണ്ട്.
ഇവിടുത്തെ ഡയറക്ടേഴ്സിന് ആ ഒരു ഇപ്പോൾ രാമായണം ആണെങ്കിലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അത് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ, ചിലപ്പോൾ അത് മാറ്റം വരുത്തിയത് നല്ലതാകത്തോണ്ടായിരിക്കാം. അതായിരിക്കും. അത് നോളൻ എലമെൻ്റ് കാണാനാണ് നമ്മൾ പോയത്. എനിക്ക് പടം അത്യാവശ്യം നന്നായിട്ട് വർക്കായി. ഇൻ്റർസ്റ്റെല്ലാറിന് ശേഷം വർക്കായ നോളൻ പടം. പുള്ളി എന്നല്ല, ഏറ്റവും കൂടുതൽ വർക്കായി. റിപ്പീറ്റ് കാണാൻ തോന്നുന്നൊരു നോളൻ പടമാണ്. അത്രയൊക്കെ തന്നെ. 800. അതേ ഉള്ളൂ. എനിക്ക് തിരിച്ചെന്ന് വെച്ചാൽ എനിക്ക് വർക്കായി, പക്ഷേ ഞാൻ റിപ്പീറ്റ് കാണാൻ ചാൻസ് ഇല്ലാത്ത പടം എന്ന് പറയുന്ന പോലെ. ഇനി എനിക്ക് ഒരു 3 മണിക്കൂറിനടുത്ത് ഈ സിനിമയിൽ സ്പെൻഡ് ചെയ്യാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ള ചില മറ്റേ എലമെൻ്റ് ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഈ കഥയൊക്കെ അറിഞ്ഞിട്ട് വീണ്ടും ആ വേൾഡിലേക്ക് എൻട്രി ചെയ്യാൻ ഞാനിത് എനിക്കതല്ല എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ബേസിക്കലി എനിക്കിതിൻ്റെ ഈ റിയലിസം എലമെൻ്റ് ആയിരിക്കണം. എനിക്കത് ഫാൻറ്റസി പടമാണെങ്കിൽ മേ ബി ഞാൻ ഒന്നുകൂടെ കണ്ടേനെ, ചിലപ്പം പറയാൻ പറ്റത്തില്ല. അത് എനിക്കിത് അതാന്ന് തോന്നി. എനിക്ക് നോളൻ്റെ മൈൻഡ് സെറ്റിൽ മനസ്സിലാവാത്തൊരു കാര്യം, റിയലിസം മാത്രമേ വർക്കാവൂ എന്നൊരു ശാഠ്യമുണ്ട് പുള്ളിക്ക് ഒരു പരിധി വരെ. അതായത് ഇപ്പം ഫിലിമിൽ ഷൂട്ട് ചെയ്യുക, ഒരു അനലോഗിൽ ഷൂട്ട് ചെയ്യുക, ഇതൊരു ഒരു സംഭവം എന്നുള്ളതല്ലാതെ ഇത് മാത്രം ഇതാണ് ശരി എന്നുള്ളൊരു ചിലപ്പോഴൊക്കെ നമുക്ക് അത് ബാധിക്കുന്ന പോലെ തോന്നുമല്ലോ. ഇപ്പം ഈ സിനിമയ്ക്കകത്താണെങ്കിലും ചില സീക്വൻസ് ആ ശാഠ്യം കാരണം ഈ സീൻ അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എത്തുന്നില്ലല്ലോ എന്ന് തോന്നിയ കുറച്ച് സീക്വൻസ് ഉണ്ട്. ഈ പറയുന്ന ലാസ്റ്റ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആണെങ്കിലും അത്രയും വെയിറ്റുള്ള ക്യാമറയിൽ തന്നെ അല്ലാതെ ഷൂട്ട് ചെയ്യാൻ വേണം. പക്ഷേ ഈ ഹോൾ ഫിലിം ഞങ്ങൾ ഐമാക്സിൽ ഷൂട്ട് ചെയ്തു എന്ന ടെക്നിക്കൽ ഡീറ്റെയിലിന് വേണ്ടിയിട്ട് ആ സീനിൻ്റെ എന്തോ നഷ്ടപ്പെടുത്തുന്ന ഒരു എനിക്ക് ഫീൽ ചെയ്തുണ്ട്. പിന്നെ നോളൻ പ്യൂറിസ്റ്റിന് നോളൻ എന്ത് ചെയ്താലും ഓക്കെയാണ്. അപ്പം പിന്നെ നമ്മൾ അത്രയും ഹെവി നോളൻ ഫാൻസ് ആണെങ്കിൽ പോലും അത്ര ഹെവി നോളൻ ഫാൻ അല്ല. എന്ത് ചെയ്താലും അല്ല. ഇപ്പം എനിക്ക് ബേസിക്കലി എൻ്റെ നോളൻ പടങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് പടം എന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് പടം ഇൻസെപ്ഷൻ, പിന്നെ ഡാർക്ക് നൈറ്റ്, പിന്നെ പ്രസ്റ്റീജ്, പിന്നെയാണ് അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ള സിനിമകളെ ഞാൻ ട്രാക്ക് ചെയ്യുന്നത്. ഇൻറ്റർസ്റ്റെല്ലർ, അങ്ങനെ ബാക്കി അങ്ങോട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആരും അധികം പറയാത്ത മെമൻറ്റോ ആണ്. പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഈ പറയുന്ന ടോപ്പിൽ വരുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഞാൻ മെമൻറ്റോ മൾട്ടിപ്പിൾ ടൈം കണ്ട പടമാണ്. അത് കണ്ട എണ്ണത്തിൽ കൂടുതലുണ്ട്. കാര്യം എനിക്ക് ആദ്യം പടം കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല, പിന്നെ രണ്ടാമത് കണ്ടപ്പോൾ കുറച്ച് മനസ്സിലായി. പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുറേ ഇടയ്ക്ക് എന്തോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്തോ സംഭവം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും കാണാൻ തോന്നിയിട്ട് പിന്നെ അങ്ങനെ കണ്ട പടമാണ്. ഞാൻ ആദ്യം മെമൻറ്റോ കാണുന്നത് ക്രിസ്റ്റഫർ നോളനെ ഒന്നും അറിയത്തില്ല, ഗജിനിയുടെ ഈ ഇംഗ്ലീഷ് പടത്തിൽ നിന്ന് കോപ്പി അടിച്ചാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതെന്ത് പടാടാ, ഗജിനിയൊക്കെ മോനെ കിടക്കുന്നത് അങ്ങനെയാണ് അന്ന്. അപ്പോൾ അന്ന് നമുക്ക് കാരണം മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. എൻ്റെ സൂര്യൊക്കെ മനോഹരമായിട്ട് അതായത് നമ്മൾ ഒരുപാട് ബുദ്ധി പൂട്ടി നമ്മളിങ്ങനെ ഭയങ്കര ചിന്തിച്ച് സിനിമയിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി എടുക്കേണ്ട ടൈം അല്ല അത്. അന്ന് അങ്ങനെയല്ല സിനിമ കാണുന്നത്. അന്ന് സിനിമ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം, നമ്മൾ എൻ്റർടൈൻ ചെയ്യണം. ഇത് ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴും പടം തരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കണക്ഷൻ വിട്ടുപോയി. എന്തൊക്കെ നടക്കുന്നുണ്ട്, ആരൊക്കെ വരുന്നുണ്ട്, അങ്ങനത്തെ ടൈമിലേക്ക് പോയി. റൈറ്റ് ടൈം ഞാൻ ഈ പറയുന്ന പോലെ ഗജിനി കണ്ടത് ഞാൻ റൈറ്റ് ടൈമിലായിരുന്നു തോന്നുന്നു കണ്ടത്. കാരണം ഞാനും വേറൊരു കൂട്ടുകാരനും ഞാനും ഈ ഗജിനിയുടെ ഇതിൻ്റെ സാധനമാണ്, ഇതിൽ നിന്നാണ് ഗജിനി അടിച്ചു മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇത് പടം കാണാനിരിക്കുന്നത്. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. പടം കണ്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കേട്ടി ഇത് നമ്മൾ വിചാരിക്കുന്നതിലും മേലെയുള്ള സാധനമാണ്. അങ്ങനെ ചുമ്മാ ഒരു അടിച്ചു മാറ്റി വെച്ച ഗജിനി, ഇത് കോപ്പിയൊന്നും പറയാൻ പറ്റത്തില്ല. ഇതോടുകൂടി ഞാൻ ഗജിനിയെ വെറുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് വേറൊരു സാധനം, ഗജിനി വേറൊരു സാധനം. അപ്പം ഇത് കണ്ടിറങ്ങി എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ഇവൻ നായകൻ്റെ അസുഖമില്ല, അത് കാരണം ഉണ്ടാകുന്ന ആ സംഭവത്തെ ഏറ്റവും പ്രിസൈസായിട്ട് ഓഡിയൻസിൽ എത്തിക്കാൻ പറ്റി പുള്ളിക്ക്. ആ സ്ക്രിപ്റ്റ് ഉണ്ട്. അതായത് ഇതിന് 5 മിനിറ്റ് മുമ്പ് എന്ത് നടന്നെന്ന് പുള്ളിക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അത് ആ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഈ നടക്കുന്ന ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് കഥ ചോദിച്ചാൽ വളരെ സിമ്പിൾ കഥയാണ്. പക്ഷേ ആ പ്രസൻറ്റേഷനിൽ പുള്ളിയുടെ ഫിലിമോഗ്രഫി എടുക്കുകയാണെങ്കിൽ ഈ പ്രസൻറ്റേഷൻ വൈസ് ഈ സിമ്പിൾ പരിപാടികളൊക്കെ പ്രസൻറ്റേഷൻ ടൈം വെച്ചൊന്നെങ്കിൽ കളിക്കുക, നോൺ ലീനിയർ ആക്കുക, അങ്ങനെ കുറച്ച് സംഭവമാണ്. ഈ ടെക്നിക്സ് ആണല്ലോ. അപ്പം എത്രത്തോളം പുള്ളി ഈ ടെക്നിക്സ് ഇൻ്റലിജൻ്റ് ആവുന്നോ, ചിലപ്പം ഈ ഡണ്ടർക്കൊക്കെ എടുക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ ടെക്നിക്ക് ഭയങ്കര രസമാണ്. പക്ഷെ അത് ആ ടെക്നിക്ക് മാത്രമായി പോയി. അതിനകത്ത് നമുക്ക് ഇൻവോൾവ് ചെയ്യാനോ ഒരു ക്യാരക്ടറെ ഫോളോ ചെയ്യാനോ ഒന്നുമില്ല. പുള്ളി അത് തന്നെ ഉദ്ദേശിച്ചു. പക്ഷെ അത് പുള്ളി വല്ലാണ്ട് ആ ടെക്നിക്കിൽ മുഴുകിയിട്ട് ഇത് ഓഡിയൻസ് കണ്ട് ഇൻട്രസ്റ്റ് ആവണമല്ലോ എന്നുള്ള എലമെൻറ്റ് മിസ്സായതുപോലെ. അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണും. എന്നാലും
എന്തുകൊണ്ടാണ് ചില സമയത്ത് ചില പടങ്ങൾ എനിക്ക് പുള്ളിയുടെ ടെക്നിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇൻസെപ്ഷൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കൊള്ളാല പരിപാടി ആള്. ഞാൻ അതിനു മുമ്പ് മറ്റേ എനിക്ക് തോന്നുന്നു ഈ ഡാർക്ക് നൈറ്റ്, ഞാൻ ബാറ്റ്മാൻ ബിഗിൻസ് കണ്ടിട്ടുണ്ട്. ഡാർക്ക് നൈറ്റ് കാണാതെയാണ് ഞാൻ ഡാർക്ക് നൈറ്റ് റൈസസ് കാണുന്നത്. പിന്നീടാണ് ഡാർക്ക് നൈറ്റ് കാണുന്നത്. കാര്യം എനിക്ക് ഭയങ്കര ലീസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു ബാറ്റ്മാൻ പണ്ട് മുതലേ. അല്ല, കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഫിലിം വ്യൂവിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. കാര്യം ഞാനിങ്ങനെ ഫിലിം മേക്കർ ആവാനുള്ള ഒരു ലൈനിലേക്ക് സഞ്ചരിക്കുകയല്ല ഏതാ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കാണുന്ന പടങ്ങളിൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റ്. എനിക്ക് ഞാൻ കുറച്ചുകൂടെ സ്പിൽബർഗ് പടങ്ങളുടെ ആളായിരുന്നു എന്ന് തോന്നുന്നു. കാര്യം എനിക്ക് ഒരു ബാലൻസ് ഉണ്ട്. അതെ, എനിക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് പടങ്ങളാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും ഈ ബാറ്റ്മാൻ്റെ വളരെ ഒരു ലൈൻ കുറച്ച് ഈ നമ്മൾ ഈ പറഞ്ഞ ഗ്രൗണ്ടഡ് ലൈനിലൊക്കെ വരുമ്പോഴത്തേക്കും ഞാനിത് ആദ്യം അങ്ങനെ എൻജോയ് ചെയ്തിരുന്നില്ല. പയ്യാണ് ആക്ച്വലി ബാറ്റ്മാനും പുള്ളി ഈ പരിപാടി തന്നെ ചെയ്തത്. അതായത് ഈ പറയുന്ന പോലെ ഹോമർ എടുത്ത് ഒഡീസി ചെയ്ത പോലെ ഹോമറിന്റെ ഒഡീസി ചെയ്ത പോലെ തന്നെ ബാറ്റ്മാൻ ആക്ച്വലി എടുത്ത് പുള്ളി വേർഷൻ ബാറ്റ്മാന്റെ ഗോതമൊന്നും അല്ല പുള്ളി എടുത്ത് വെച്ചേക്കുന്നത്. പുള്ളി അതിനെ റിയലിസ്റ്റിക് ആക്കി. പക്ഷെ അത് എനിക്കൊന്ന് കുറച്ചുകൂടെ ബാലൻസ്ഡ് ഫിലിം. അത് പിന്നീട് നമ്മൾ ഈ പുള്ളി ഇൻസെപ്ഷനൊക്കെ കണ്ടതിന് ശേഷം പുള്ളിയെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം റീവിസിറ്റ് ചെയ്യുന്നിടത്താണ് ഇതിന്റെ ഭയങ്കര അതിനകത്തൊരു ടെക്നിക്ക് ഉണ്ട്, ഒരു ഫണ്ണും ഉണ്ട് അത് കണ്ടോണ്ടിരിക്കുക. എനിക്ക് അത്രയും ഫണ്ണ്. അതിനുശേഷം ഈ ഡാർക്ക് നൈറ്റ് ഒക്കെ എത്ര തവണ റീവിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസെപ്ഷൻ, ഡാർക്ക് നൈറ്റ്, ഇന്റർസ്റ്റെല്ലർ, ഇതെല്ലാം ഒരുപാട് തവണ കണ്ട പടങ്ങളാണ്. ഡാർക്ക് നൈറ്റ് ഞാൻ ഇൻസെപ്ഷൻ ആയിരിക്കും. പിന്നെ ഞാൻ ഇൻസെപ്ഷൻ, പ്രസ്റ്റീജ് കണ്ടിട്ടുണ്ട്, ഡാർക്ക് നൈറ്റ്, ഇന്റർസ്റ്റെല്ലർ, ഈ 4 പടമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കണ്ടായിരിക്കും. ഞാൻ മെവന്റെയും ഫോളോയിങ് ഞാൻ കുറച്ചധികം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഏറ്റവും ഫോളോയിങ് ഞാൻ കാണാത്ത ഒരു സിനിമയുണ്ട് നോളന്റെ, അത് ഇൻസോംനിയ. ഞാൻ ടെനറ്റാണ് കാണാത്തത്. ഇൻസോംനിയ ഞാൻ കണ്ടു തുടങ്ങി. ഒരു 20 മിനിറ്റ് നല്ല മഴയുള്ള ദിവസം ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ എന്ന രീതിയിൽ നല്ല മഴ പെയ്യുമ്പോൾ കാണാൻ വേണ്ടി മാറ്റി വെച്ചു. മഴ ഒരുപാട് പെയ്തിട്ടും സിനിമ പിന്നീട് കാണാൻ അതൊരു അണ്ടർ റേറ്റഡ് പടമാണ്. പക്ഷെ എനിക്കിതുവരെ അതിന്റെ ഒറിജിനൽ കാണാൻ പറ്റില്ല. അതൊരു റീമേക്കാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒറിജിനൽ കൊറിയൻ പടം എന്തോ അത് ഇതുവരെ കാണാൻ പറ്റില്ല. അതൊന്ന് കാണണമെന്നുണ്ട്. പുള്ളി ഒരു റീമേക്ക് എടുക്കണമെങ്കിൽ അത് എന്തെങ്കിലും ഒറിജിനലി കാണണമല്ലോ. അപ്പൊ നമ്മൾ ഒഡീസിയിൽ നിന്നും നോളന്റെ ഫിലിമോഗ്രഫിയിലേക്ക് കടന്നുപോയി. അതങ്ങനെയാണ് സഞ്ചരിച്ച് പല ഈ റിപ്പീറ്റ് എന്ന് പറയുന്നല്ലോ. ജയന്റിനെ കാണുന്നു, ജയന്റ് അത് അവിടെ ഇവിടെയൊക്കെ പോയി എന്തൊക്കെയോ സംഭവിച്ച് ലാസ്റ്റ് വീട്ടിലെത്തി തിരിച്ച് നമ്മൾ അങ്ങനെ ഒഡീസിയോടൊപ്പം വീട്ടിലെത്തിയിരിക്കുന്നു. സോ ഇതാണ് നമുക്ക് ഒഡീസിയെ പറ്റി പറയാനുണ്ടെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയൂ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യണം. പിന്നെ എല്ലാവരും ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഞങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് സോറി ഫോർ ദി ലെങ്ത്. അതെ, പിന്നെ ഈ വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാവും. അത് തോന്നി ഞാൻ കാണുന്നു. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ നമുക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി. അതിനുശേഷം നമ്മുടെ വീഡിയോസ് എല്ലാം ഭയങ്കര അധികം താഴെ പോയി. നമുക്ക് ഒന്നിനും വ്യൂസ് ഭയങ്കര കുറവാണ്. ഇതിന്റെ കാര്യത്തിൽ നമുക്ക് മറച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അല്ലേ? ആരാണ് നമുക്ക് തന്നത് സ്ട്രൈക്ക് തന്നത്? അവരെ നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളിനി മറ്റൊരു പടത്തിൻ്റെ ഡിസ്കഷനുമായിട്ട് മടങ്ങി വരാം.